പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. നല്ല ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രബോധനം അങ്ങയുടെ വാക്കുകളാണ് എന്ന് ഞങ്ങൾക്കറിയാം. അങ്ങാണല്ലോ ഞങ്ങളെപ്പോഴും പഠിപ്പിക്കുന്നത്. അത് അനേകം ആളുകളിലൂടെ കൈമാറ്റം ചെയ്ത് ഞങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടുന്ന് തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. പഠിപ്പിക്കുന്ന ആളുകളെക്കാളും അങ്ങയുടെ വചനത്തിനാണല്ലോ പ്രാധാന്യമുള്ളത്. അങ്ങയിൽ നിന്ന് നിരന്തരം കേൾക്കാൻ അവിടുന്ന് ഞങ്ങളെ തുടർന്നും ആശീർവദിക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കൂടെ സ്വാധീനിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ ആത്മാവിൽ അവിടുന്ന് പതിപ്പിക്കണമേ. നല്ല ദൈവമേ, ഉൽപ്പത്തിയുടെ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അങ്ങയുടെ ദൈവിക വെളിപാടിൻ്റെ അങ്ങയ്ക്ക് ഞങ്ങളോട് സംസാരിക്കാനുള്ള കാര്യങ്ങളുടെ പ്രാരംഭ ദശയാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങളോട് സംസാരിച്ചവയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്. അങ്ങ് എന്താണ് ഞങ്ങളോട് പറയുന്നതെന്നും വിശുദ്ധ ലിഖിതങ്ങളിലൂടെ ലോകത്തോട് പറയാൻ അങ്ങ് എന്താണ് ഉദ്ദേശിച്ചതെന്നും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന പ്രഘോഷകർ കൂടിയാകാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മള് പുതിയൊരു ക്ലാസ്സിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് ഓർക്കുന്നുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഉൽപ്പത്തി ചരിത്രമാണ്. ഉൽപ്പത്തി എപ്പോഴും ഭയങ്കര എന്താ പറയാ, ഒത്തിരി ചോദ്യങ്ങൾ ഉയർത്തുന്ന, ആശങ്കകൾ ഉയർത്തുന്ന, വ്യാഖ്യാനിക്കാൻ പലരും ആശങ്കപ്പെടുന്ന ഒരു ഏരിയയാണ് ഉൽപ്പത്തി പുസ്തകം. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും തർക്കങ്ങളും ലോകത്തിൽ എല്ലാ കാലത്തും ഉണ്ട്. ശരിയായ വിധത്തിൽ തിരുസഭ പഠിപ്പിക്കുന്നത് പോലെ അതിൻ്റെ ഉള്ളർത്ഥത്തിൽ നിന്ന് സഭാത്മകമായി എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? കാരണം സഭാത്മകമായി എന്ന് പറയാൻ കാരണം ഓരോരുത്തർക്കും ഓരോ വിധത്തിൽ മനസ്സിലാക്കാം. വെറുതെ ഒരു സാഹിത്യ ഗ്രന്ഥം എന്നുള്ള നിലയ്ക്ക് അതിന്റെ സാഹിത്യ ശൈലിയെക്കുറിച്ച്, കഥാനിരൂപണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ആളുകൾക്ക് പറ്റും. ഇനി തീർത്തും സയന്റിസിസ്റ്റിക് ആയിട്ട്, ശാസ്ത്രീയം എന്ന് പറയാൻ പറ്റില്ല, സയന്റിസിസ്റ്റിക് ആയിട്ട് ഇതിനെ വിലയിരുത്താൻ പറ്റും. മനുഷ്യനുണ്ടായതിനെ കുറിച്ച്, മനുഷ്യൻ പൊടിയാണ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ഉള്ളിൽ, മനുഷ്യന്റെ ശരീരത്തിലുള്ളതെല്ലാം മണ്ണുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെയാണ് എന്ന് തുടങ്ങുന്ന കാരണങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ആ വിധത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവരുണ്ട്. ഇനി വെറുതെ കെട്ടുകഥയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നവരുണ്ട്. ചിലെങ്കിലുമൊക്കെ പുരാതന സംസ്കാരങ്ങളിൽ നിന്ന്, ഗിൽഗമേഷ് പോലെയുള്ള എപ്പിക്കുകൾ, ഇതിഹാസങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തെടുത്ത ഒരു അവതരണമാണ് ഇത് എന്ന് കരുതുന്നവരൊക്കെ. അപ്പൊ അങ്ങനെ പല വിധത്തിൽ ആളുകൾ ഈ ഭാഗങ്ങളെ മനസ്സിലാക്കുകയും അഥവാ തെറ്റിദ്ധരിക്കുകയും പഠിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്തെക്കുറിച്ച്, ഉൽപ്പത്തിയുടെ ആദ്യത്തെ 12 അധ്യായങ്ങൾ, അവ ഏതു വിധത്തിൽ ഒരു ആമുഖമായിരിക്കുന്നു, പ്രപഞ്ചോൽപ്പത്തിയുടെ മുതൽ മാത്രമല്ല ഇന്ന് വരെയുള്ള മനുഷ്യവംശത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, അഥവാ മിശിഹായുടെ വരവിന്റെ ഒരുക്കത്തിന് മുൻപുള്ള ചരിത്രത്തിന്, ഒരു പ്രീ ഹിസ്റ്ററിയുടെ ഒരു ആമുഖമായിട്ട് അതെങ്ങനെ നിലകൊള്ളുന്നു, അതിന്റെ ഓരോ വാക്കുകളും ഉൾക്കൊള്ളുന്ന അർത്ഥലോകം എന്തുമാത്രം വലുതാണ് എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ചുരുക്കത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് വളരെ ചുരുക്കത്തിൽ മാത്രമാണ് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും ഭയങ്കര രസകരമായ ചോദ്യങ്ങളാണ്. നല്ല ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നു. ഉത്തരങ്ങൾ പറയുന്ന ഉത്തരം അത്ര നല്ലതല്ലെങ്കിലും ചോദ്യങ്ങൾ വളരെ നല്ലതായിരിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പറഞ്ഞത് ആദത്തിന്റെയും ഹവ്വായുടെയും അവര് ഭൂമിയിൽ ആയിത്തീർന്നത്, എന്തുകൊണ്ട് സ്ത്രീയെ അങ്ങനെ അവന്റെ വാര്യലൂരി സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്താണ് അതിന്റെ അർത്ഥം, ഇങ്ങനെയൊക്കെ. പിന്നീട് വിവാഹത്തെക്കുറിച്ച്, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായിരിക്കും എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ, വിവാഹത്തിന്റെ ദൈവ സംസ്ഥാപനത്തെക്കുറിച്ച്, പ്രകൃതിയിൽ എല്ലാ കാലത്തും വിവാഹം എന്ന കാര്യമുണ്ട്, അത് ദൈവം സ്ഥാപിച്ചതാണ് എന്ന് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കും. ഇനി അതിനെ വീണ്ടും അസേർട്ട് ചെയ്തുകൊണ്ട് പഴയ നിയമത്തിൽ തന്നെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന വിവാഹത്തിന്റെ അർത്ഥ വ്യാപ്തിയെ വീണ്ടും അവതരിപ്പിച്ചുകൊണ്ട് ഈശോ വിവാഹത്തെ ഒരു കൂദാശയായി, ഒരു പരിശുദ്ധ കൂദാശയായി ഉയർത്തുക.
അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ 19-ാമത്തെ അധ്യായത്തിലൊക്കെ വിവാഹമോചനത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ഈശോ വിശദമായി വിവാഹത്തെക്കുറിച്ച് പഠിപ്പിച്ചു കഴിയുമ്പോൾ വിവാഹമോചനത്തെക്കുറിച്ച് ചോദ്യം ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകളോട്, ഫരിസേയരോട് ഈശോ ആദ്യം മുതൽ തന്നെ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചുവെന്നും അതിനാൽ ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ചേരുമെന്നും അതിനുശേഷം ഇനി അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കുമെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഈ പഴയ നിയമ ഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം തന്നെ, മോശയുടെ ഗ്രന്ഥമെന്ന് വിളിക്കപ്പെടുന്ന പഞ്ചഗ്രന്ഥിയുടെ ആരംഭത്തിൽ തന്നെ ദൈവം സ്ഥാപിച്ച വിവാഹം എന്ന മഹനീയമായ യാഥാർത്ഥ്യം, ഞാൻ കൂദാശ എന്ന് പറയാത്തതിന്റെ കാരണം കൂദാശയായി തീരുന്നത് അത് പുതിയ നിയമത്തിലാണ്. വിവാഹം എന്ന മഹനീയ ബന്ധം ലോക ചരിത്രത്തിൽ മനുഷ്യവംശത്തിന് മുഴുവനും നൽകിയിരിക്കുന്ന വിവാഹം എന്ന രഹസ്യത്തെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മിശിഹായുടെ ശരീരമായി തീർന്നവർ സ്വീകരിക്കുന്ന ഉയർന്ന പടിയിലുള്ള വിവാഹത്തെക്കുറിച്ചാണ്. അതാണ് കൂദാശ. അതുകൊണ്ട് പഴയ നിയമത്തിൽ കാണുന്ന വിവാഹത്തെക്കുറിച്ചുള്ള ഈ പരാമർശം സകല ജനത്തിന്റെയും വിവാഹത്തെക്കുറിച്ചുള്ളതാണ്. എന്ന് വെച്ചാൽ മനുഷ്യരായിരിക്കുന്നവരെല്ലാവരും കുടുംബത്തെ നിലനിർത്തുന്നത്, അടുത്ത കുടുംബ ബന്ധത്തിലേക്ക് പോകുന്നത് ഏത് തരത്തിലാണ്, അവര് മാതാപിതാക്കളോടുള്ള ബന്ധവും ഒക്കെ, ബന്ധം വിടുന്നു എന്നല്ല, അവരുടെ കുടുംബത്തിൽ നിന്ന് മാറുകയും പുതിയൊരു കുടുംബം ഉണ്ടാവുകയും എന്നിട്ട് ആ കുടുംബത്തിലെ മക്കൾ മറ്റു കുടുംബമായിട്ട് അങ്ങനെ 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 പുതിയ പുതിയ കുടുംബങ്ങൾ സ്ഥാപിക്കപ്പെട്ട് തലമുറകൾ കടന്നു പോകുന്ന ദൈവിക സംവിധാനം, അതൊരു ബയോളജിക്കൽ ഇൻസ്റ്റിങ്ക്റ്റ് മാത്രമല്ല, മൃഗങ്ങളുടേതുപോലെയല്ല, അതൊരു കുടുംബ സംവിധാനമാണ് എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കും. അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ട് പറഞ്ഞത്. മൃഗങ്ങളെ സംബന്ധിച്ച് അങ്ങനെയില്ല. മൃഗങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അവർക്കുള്ളത് ഒരു പ്രത്യുൽപാദനം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക, അതോടുകൂടി അവരുടെ ദൗത്യം പൂർത്തിയായി, അവരവരുടെ വഴിക്ക് പോകും, കുഞ്ഞുങ്ങൾ വഴി. പക്ഷെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അങ്ങനെ വെറുതെ പ്രത്യുൽപാദനം നടത്തി, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മരമാണെങ്കിൽ പോലും അതിന്റെ വിത്ത് എവിടെയും വീണ് അതങ്ങ് വളരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മൃഗങ്ങൾക്കാണല്ലോ അങ്ങനെയുള്ളൂ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അതിന്റെ കുടുംബം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, ഫാമിലി. അത് നിലനിൽക്കും, അത് നിലനിൽക്കേണ്ടതാണ്, എല്ലാ കാലത്തും നിലനിൽക്കേണ്ടതാണ്. അപ്പൊ അതൊരാളുടെ കുറച്ചു കാലത്തേക്ക് മാത്രമല്ല, ഒരു കുടുംബം വളർന്ന് വികസിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് അതിൽ നിന്ന് പുതിയ കുടുംബം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ വളർന്ന് അയാൾ മറ്റൊരാളെ ജനിപ്പിക്കുക എന്നുള്ളതല്ല. പകരം കുടുംബം വളർന്ന് കുടുംബം ഫലമണിഞ്ഞ് ആ ഫലത്തിൽ നിന്ന് പുതിയ കുടുംബങ്ങൾ ജനിക്കുന്നു. അപ്പൊ ദൈവം മനുഷ്യവംശത്തെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് കുടുംബ അധിഷ്ഠിതമായിട്ടാണ് എന്നൊക്കെയുള്ള വലിയ രഹസ്യങ്ങൾ നമ്മൾ ഈ ഭാഗത്ത് വായിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കുടുംബം എന്ന് പറയുന്ന സാമൂഹിക യാഥാർത്ഥ്യത്തിന്റെ ആരംഭം, അടിത്തറ, നട്ടല്, അതിന്റെ അടിസ്ഥാന സ്വഭാവം, അതിന്റെ സ്ഥിരത, ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഈശോ പഴയ നിയമം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അവർ ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കുന്നു. ഒറ്റ ശരീരമായാലുള്ള പ്രത്യേകത എന്താണ്? ഒരു ശരീരമാണ് എങ്കിൽ പിന്നീട് അതിന് പിരിയുക സാധ്യമല്ല. ശരീരം മുറിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായി തീരുക എന്ന് മാത്രമല്ല സംഭവിക്കുന്നത്, ആ ആള് തന്നെ മരിച്ചു പോകാനിട വരും. അപ്പൊ എന്നതുപോലെ പുതിയൊരു എക്സിസ്റ്റൻസ് ആരംഭിക്കുകയാണ് വിവാഹം എന്ന സംഭവത്തിലൂടെ എന്നൊക്കെ തുടങ്ങുന്ന വിവാഹത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ആഴമുള്ള പ്രബോധനത്തിന്റെ ഉള്ളർത്ഥങ്ങൾ ഈ ചെറിയ ആമുഖത്തിനകത്തുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങൾക്ക് അത് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കുടുംബ സൃഷ്ടിയെക്കുറിച്ചും കൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ഇനി ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിച്ചത്. ഇനി അടുത്തത് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? അത് മനുഷ്യന്റെ പതനത്തെക്കുറിച്ചാണ്. പാപം, ആദിപാപത്തെക്കുറിച്ച്, ഉത്ഭവപാപത്തെക്കുറിച്ചൊക്കെയുള്ള സംഭാഷണമാണ്. ഈ ഉത്ഭവപാപം അഥവാ ആദിപാപം എന്ന് പറയുന്ന കാര്യം പല വിധത്തിലാണ് ലോകത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. ഇന്നും വലിയൊരു ശതമാനം ആളുകൾ, സാധാരണക്കാരായ മനുഷ്യര്, അല്ലെങ്കിൽ ചില സാഹിത്യ മേഖലകളിലോ സിനിമകളിലോ അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ പലപ്പോഴും ഈ ആദിപാപത്തെ മനസ്സിലാക്കുന്നത് ലൈംഗിക ബന്ധമായിട്ടാണ്. അതായത് ആദവും ഹവ്വായും അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട പാപമായിട്ടതാണ് ഈ പാപം എന്നാണ്. അതൊരിക്കലുമല്ല. കാരണം ഇതിനു മുൻപ് തന്നെ ദൈവം അവരോട് പറയുന്നത് തന്നെ അവരെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ ഒന്നായി തീരുമെന്നാണ് പറയുന്നത്. അവരൊന്നായി തീരാൻ വേണ്ടിയിട്ടാണ് അവർ സൃഷ്ടിക്കപ്പെട്ടതും അവരങ്ങനെ ഒന്നായി തീരുകയും ചെയ്യുന്നത് ദൈവഹിതമാണ്, അത് ശരിയായ കാര്യമാണ്. അതുകൊണ്ട് ലൈംഗികതയും കുടുംബവും, ലൈംഗിക ബന്ധവും കുടുംബവും, കുടുംബത്തിൽ ലൈംഗിക ബന്ധവും അതൊരിക്കലും തിന്മയാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ തീർത്തും അജ്ഞരായ പല ആളുകളുമാണ് ഈ വിവാഹം അല്ലെങ്കിൽ ലൈംഗിക ബന്ധമായിരുന്നു ആദിപാപം എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ആ വിധത്തിലൊക്കെ എഴുതുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ആദിപാപമാണത് എന്നൊക്കെ പറയും. ആദിപാപത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ ദാമ്പത്യ സ്നേഹവുമായി ലൈംഗിക ബന്ധവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വേണം പറയാൻ ആദിപാപത്തിന്.
പിന്നെ അതിനകത്തുള്ള എന്താന്ന് ചോദിച്ചാൽ അവർക്കുണ്ടായിരുന്ന ആ ബന്ധം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഈ ആദിപാപമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശരിക്കും എന്താണ് ഈ ആദിപാപം, ഉത്ഭവപാപം എന്താണ്? ഈ ഉത്ഭവപാപം സംഭവിച്ചു എന്ന് കരുതി, ആദോ ഹവ്വായ്ക്കും പാപം സംഭവിച്ചു എന്ന് കരുതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അതിന് കുറ്റക്കാരാണോ? ഒരു ചോദ്യമല്ലേ, ഒരു വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. ആദോ ഹവ്വായും പാപം ചെയ്തു എന്ന് കരുതി നമുക്ക് എന്താണ് കുഴപ്പം എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു വീട്ടിലെ അപ്പൻ ഒരു മോഷണം നടത്തി, എന്നിട്ട് അയാള് മുങ്ങി, കണ്ടുപിടിക്കാനേ കിട്ടുന്നില്ല. പോലീസ് വന്ന് മൂത്ത മകനെ പിടികൂടിയിട്ട് പറയാണ് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ചോദിച്ചു എന്ത് പറ്റി? നിന്റെ അപ്പൻ ഇത് മോഷ്ടിച്ചിട്ട് കടന്നു കളഞ്ഞു, അതുകൊണ്ട് നിന്നെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവൻ പറയും എന്നെ ചെയ്തിട്ട് എന്താ കാര്യം, അപ്പനെ അല്ലേ എടുത്തിട്ടു, ഞാൻ എന്ത് ചെയ്യാനാണ്, സ്വന്തം അപ്പനാണ്. എന്നിട്ട് പോയി ഉടനെ പോലീസുകാർ പറഞ്ഞു അല്ലല്ല അവനെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നീയാണ് അതിന്റെ കുറ്റക്കാരൻ എന്ന് പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കോടതിയിൽ ഹാജരാക്കാൻ പറ്റുമോ? ഇനി അങ്ങനെ കോടതിയിൽ ഹാജരാക്കിയാൽ കോടതിക്ക് അവനെ ശിക്ഷിക്കാൻ കഴിയുമോ? ലോകത്തിലെ ഏതെങ്കിലും കോടതി അപ്പൻ ചെയ്ത ഒരു തെറ്റിന്റെ പേരിൽ മകനെ ശിക്ഷിക്കുമോ? ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ ദൈവം അതിനേക്കാൾ അനീതിയുള്ളവനാണോ? ആദോ ഹവ്വായും ചെയ്ത തെറ്റിന് ഇന്ന് നമ്മളെയും കൂടി ഓടിച്ചിട്ട് പിടിച്ച് ശിക്ഷിക്കാൻ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം ആദത്തിന്റെയും ഹവ്വായുടെയും തെറ്റിന് നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമാണോ? അപ്പൊ അങ്ങനെയാണ് ആദിപാപം, ഈ ഉത്ഭവപാപം നമ്മിലുണ്ടായിരിക്കുവാണോ? എന്താണ് ഇതിന്റെ പുറകിലുള്ളത് എന്ന് തുടങ്ങുന്ന കുറെ വിഷയങ്ങളാണ് നമുക്ക് ഇന്ന് ഈ മനുഷ്യന്റെ പതനവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാനുള്ളത്. ആദ്യം പറയേണ്ട ഒരു കാര്യം, ഈ ഉത്ഭവപാപത്തെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഉള്ളർത്ഥം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാമത് ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് വേണം ഇത് ആരംഭിക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കും. ഒന്നാമത്തെ കാര്യം, ഈ ഉത്ഭവപാപത്തെക്കുറിച്ച് അഥവാ പാപോത്ഭവത്തെക്കുറിച്ചോ പാപോത്പത്തിയെക്കുറിച്ചോ പറയുന്നതിനകത്ത് സത്യത്തിൽ പറയാൻ ശ്രമിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയല്ല പാപം എന്നാണ്. ഇതുവരെ ദൈവം സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു വന്നുകൊണ്ടിരുന്നു. നമ്മൾ ശ്രദ്ധിച്ചു കാണും. ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് മുതൽ മൃഗങ്ങളെയും പക്ഷികളെയും ചെടികളെയും ഒക്കെ സൃഷ്ടിച്ചത് മുതൽ മനുഷ്യനെ സൃഷ്ടിച്ചത് വരെ പറഞ്ഞിട്ട് തുടർന്ന് വിശുദ്ധഗ്രന്ഥം പറയുകയാണ് പക്ഷേ പാപം സൃഷ്ടിച്ചത് ദൈവമല്ല എന്ന്. ഈ കണ്ടതൊക്കെ സൃഷ്ടിച്ചത് ദൈവമാണ് എങ്കിൽ പാപത്തെ സൃഷ്ടിച്ചത്, തിന്മ സൃഷ്ടിച്ചത് ദൈവമല്ല. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രബോധനമാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇതിനെ ആദിപാപം എന്നല്ല വിളിക്കേണ്ടത്, ആദി മുതലേയുള്ള പാപം എന്നാണ് വിളിക്കേണ്ടത്. വ്യത്യാസമുണ്ട്. ആദിപാപം എന്നല്ല വിളിക്കേണ്ടത്, ആദി മുതലേയുള്ള പാപം എന്ന് വിളിക്കണം. ഇതിന് ഭയങ്കര അർത്ഥവ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഈ ഭാഗങ്ങൾ വായിച്ചു കേട്ടുകൊണ്ടുകൂടെ നമുക്ക് സംസാരിക്കാം. ഞാനത് ബോധപൂർവമാണ് ആ ഭാഗങ്ങൾ വായിച്ചു പോകുന്നത്. കാരണം ചിലപ്പോൾ നമ്മൾ അത്ര ആഴത്തിൽ വായിച്ചിട്ടുണ്ടാവണമെന്നില്ല. ചിലപ്പം ഇനിയെങ്കിൽ പോലും നമുക്ക് ആ വചനഭാഗം നേരിട്ട് കേൾക്കുന്നത് ഭയങ്കര അർത്ഥപൂർണ്ണമല്ലേ. അത് 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 വചനം എത്ര പ്രാവശ്യം വായിക്കപ്പെട്ടാലും നമ്മൾ വായിച്ചിട്ടുള്ളതാണെങ്കിൽ അതിന്റെ പ്രസക്തി ഒന്നും നിലനിൽക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നേക്കാൾ കുറച്ചുകൂടെ നല്ലതാണല്ലോ വചനത്തിൽ നിന്ന് കേൾക്കുകയും കൂടി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം കൂടെ വായിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു. നോക്കുക, ദൈവം സൃഷ്ടിച്ച എല്ലാത്തിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. ഈ സർപ്പം വന്നിട്ട് ഈ സ്ത്രീയോട് സംസാരിച്ചു. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു നിരീശ്വരവാദ സംഘത്തിന്റെ മീറ്റിങ്ങിനകത്ത് ഒരാൾ നിന്ന് ശക്തമായി പ്രസംഗിക്കുന്നുണ്ട്. പാമ്പ് വന്നിട്ട് അങ്ങ് സംസാരിക്കുമല്ലേ, ഓരോ ആ പാമ്പ് വർത്താനം പറഞ്ഞ ഭാഗം ഏത് ഭാഷയിലാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമാന്യ ബോധമുള്ള ഏത് മനുഷ്യനും മനസ്സിലാവും ഇതൊരു പാമ്പ് എന്ന് പറയുന്ന കാര്യമല്ല എന്ന്. കാരണം എന്താണ്? രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ വാചകം ഇതാണ്, എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. കൗശലം എന്ന് പറയുന്നത് അത് മനുഷ്യരെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്, അഥവാ ഇന്റലക്റ്റ് ഉള്ള ആളെ സംബന്ധിക്കുന്ന കാര്യമാണ് കൗശലം. മറ്റേതെന്താണ്? അതെന്റെ പ്രവണതയാണ്, സ്വാഭാവിക പ്രവണതയാണ്. കൗശലമേറിയ സർപ്പം. അപ്പൊ സർപ്പം ഒരു സിമ്പലാണ് എന്ന് പറഞ്ഞാൽ തിന്മയ്ക്ക് പ്രേരണ കൊടുക്കുന്ന ഏതോ ഒന്നിനെ ഒരു രൂപത്തിൽ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ് അത്. നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം അങ്ങനത്തെ സിമ്പിളുകൾ ഉപയോഗിക്കാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം ഒരു ഇന്റർനാഷണൽ മീറ്റിങ്ങിനകത്ത്, ഒരു രാഷ്ട്ര തലവന്മാരുടെ മീറ്റിങ്ങിനകത്ത്, UN നടത്തുന്ന ഒരു മീറ്റിങ്ങിനകത്ത് സമാധാനം പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനത്തിന്റെ അടയാളമായ വെള്ളരിപ്രാവുകളെ പറത്തി വിടുകയും ചെയ്യാറുണ്ട്. ഈ പ്രാവ് എന്നാ സമാധാനത്തിന്റെ അടയാളമായി അല്ലെ? പ്രാവ് വേണ്ടാണ് സമാധാനം കൊണ്ടിരുന്നത്. പ്രാവിന് അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ നമ്മൾ ഓർക്കും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് അതിനെയായിരിക്കും. അങ്ങനെയൊന്നുമല്ല. ലോക ചരിത്രത്തിനകത്ത് പ്രാവിനെ ഒരു സമാധാന ജീവിയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ പ്രാവ് അത്ര സമാധാന ജീവിയാണെന്ന് എനിക്കാൻ പറ്റില്ല. നമ്മുടെ പള്ളികളിലെയൊക്കെ മുകളിൽ ഒന്ന് നോക്കി അറിയാം, അവിടെ മുഴുവനും വൃത്തികേടാക്കി പ്രാവിനെ കൊണ്ട് തോറ്റു എന്നെല്ലാ മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടത്. പ്രാവിനെ പൊതുവിൽ സമാധാന ജീവി, ഈ പ്രാവിനെ ആരാ സമാധാന ജീവിയാക്കിയത്?
അത് അതിന്റെ ഒരു സിംബോളിക് അവതരണം മാത്രമാണ്, അല്ലെ? അല്ലെങ്കിൽ വെള്ളക്കൊടി പറിക്കുക, വെള്ളക്കൊടി ഉയർത്തുക, അത് കാണുമ്പോൾ സമാധാനം. ഈ വെള്ള നിറമുള്ള കൊടി സമാധാനമാണെന്ന് ആര് കണ്ടുപിടിച്ചത്? അതങ്ങനെയൊന്നും അല്ലല്ലോ, അതിന് നൽകപ്പെടുന്ന അർത്ഥമാണ്. അപ്പോൾ സിംബോളിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു യുദ്ധം ഇങ്ങോട്ട്, ഒരു പട യുദ്ധത്തിന് ഒരു ടീം ഇങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് നിരായുധനായി പോയ ഒരു പട്ടാളക്കാരൻ, അവൻ എഴുന്നേറ്റ് നിന്ന് തോക്കും ചൂണ്ടിക്കൊണ്ട് അവൻ ഉറപ്പായിട്ടും വെടിവെക്കും. ആ സമയത്ത് അവൻ വെള്ളക്കൊടി ഉയർത്തിട്ട് എഴുന്നേറ്റ് നിൽക്കുമെന്ന് വിചാരിച്ചോ? അവരവനെ ആക്രമിക്കുകയല്ല. കാരണം ഇത് ഒരു സിമ്പലാണ്. ആ സിമ്പല് കണ്ടാൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ സമാധാനം എന്ന് വിളിച്ചു പറയാനൊന്നും പറ്റാത്തപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സിമ്പലാണ്. എന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ ഒരു വലിയ ദൈവിക രഹസ്യത്തെ, തിന്മയുടെ മൂർത്തിരൂപം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ, ഒരുപക്ഷെ അത് പിശാചുമാകാം, മനുഷ്യന്റെ ഉള്ളിലുള്ള തിന്മയുടെ പ്രവണതയുമാകാം, രണ്ടും കൂടി കൂടിച്ചേർന്നതുമാകാം, ഈ യാഥാർത്ഥ്യത്തെ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാട്ടിൽ കണ്ടുപരിചയമുള്ള സാധനങ്ങളിലൊന്ന്. അത്രേ ഉള്ളൂ, നാട്ടിൽ കണ്ടുപരിചയമുള്ള സാധനങ്ങളിലൊന്ന്. അപ്പൊ അതിനകത്ത് അതിന് ചേർന്ന് വേണ്ടേ ഒരു പാമ്പിന് ഒരു 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 കൗശലക്കാരനായ പാപത്തിന് പ്രേരണ നൽകുന്ന ഒരു സാധനത്തെ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആട്ടുംകുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എങ്ങനെയുണ്ടാവും? അത് എഫക്റ്റീവ് ആവത്തില്ല. അപ്പോ അങ്ങനെ കണ്ടുപരിചയമുള്ള ഒരു ജീവിയെ ഒരു സിമ്പിളായിട്ട് എടുക്കുകയാണ്. എന്താണ് ആ ജീവിയുടെ പ്രത്യേകത? പലപ്പോഴും ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ നമുക്കറിയാലോ, മണലിനിടയ്ക്കൊക്കെ പാമ്പ് പൂഴ്ന്നു കിടക്കും. അവരത് അറിയുപോയില്ല, ചവിട്ടുമ്പോഴേ അറിയുള്ളൂ. മണലിന്റെ നിറമൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ മുൾച്ചെടികളുടെ ഇടയ്ക്കൊക്കെ അങ്ങനെ പാമ്പുകൾ കിടക്കും. വളരെ ശ്രദ്ധിക്കാത്ത സമയത്ത് അത് കടിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതിനെല്ലാവർക്കും ഭയമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൗശലമേറിയതാണ് എന്നൊക്കെയുള്ള ഒരു വിചാരം ആളുകളുടെ ഇടയ്ക്കുണ്ട്. അത് ആ കാലഘട്ടത്തിലെ പല എപ്പിക്കുകൾക്കും, ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന മെസൊപ്പൊട്ടാമിയൻ സംസ്കാരത്തിന്റെ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്ന പല സംസ്കാരങ്ങളിലും പാമ്പ് ഇങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയാണ് കുറുക്കൻ അങ്ങനത്തെ ഒരു കഥാപാത്രം, അല്ലെ? ആളുകളൊക്കെ പലപ്പോഴും കുറുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് നേരെയുള്ള കുറുക്കനെയല്ല. ഈശോ തന്നെയും പോയി ആ കുറുക്കനോട് പറയുക എന്ന് പറയുന്നതിന്റെ പുറകിൽ വേറെ അർത്ഥങ്ങളാണുള്ളത്. എന്നതുപോലെ ഈ കൗശലമേറിയ സർപ്പത്തെക്കുറിച്ച് പറയുക, സർപ്പമാണ് മനുഷ്യനെ പാപത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന ധ്വനിയിലാണ് പറയുന്നത്. ഇനി അത് ശരിക്കും സർപ്പമല്ല എന്ന് പറയാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഈ സർപ്പത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച്, കൗശലമേറിയ സർപ്പം. സർപ്പത്തിന് സത്യത്തിൽ കൗശലമൊന്നുമില്ല, അതിന് കുറച്ച് വിഷമുണ്ട്, കടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ, അവർക്കൊക്കെ അറിയാമായിരുന്നു. എന്നാൽ പോലും സർപ്പത്തിൽ കൗശലം ആരോപിക്കുകയാണ്. അപ്പോൾ സർപ്പമല്ല വിഷയം, കൗശലമുള്ള എന്തോ ഒന്നാണ് വിഷയം. കൗശലമുള്ള ആരെക്കുറിച്ചോ ആണ് പറയാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത് വന്ന് സ്ത്രീയോട് ചോദിച്ചു. എന്നാലോചിച്ച് നോക്കിയേ, ഇതെല്ലാം കഥകളെല്ലാം അറിയാവുന്ന ഒരു സർപ്പം, സംസാരിക്കാൻ കഴിവുള്ള ഒരു സർപ്പം. അങ്ങനെ സർപ്പമുണ്ട്? സർപ്പത്തിന് ഇത് പറ്റൂ? പറ്റില്ല. അപ്പൊ സ്വാഭാവികമായും സർപ്പം പ്രതിനിധീകരിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഈ സർപ്പം ഈ പിക്ചറിലേക്ക് വരാനുള്ള ഒരു ചരിത്രപരമായ കാരണമുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഉൽപ്പത്തി പുസ്തകങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നത് ഈ പോസ്റ്റ് എക്സൈൽ പീരീഡിലാണ്. അതായത് ഈ ഇസ്രായേലിന്റെ അടിമത്തമൊക്കെ കഴിഞ്ഞ് തിരികെ വന്നു കഴിഞ്ഞിട്ടാണല്ലോ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ പുറപ്പാട് അനുഭവവും അവരുടെ ജീവിതവും ഒക്കെ ഈ ഉൽപ്പത്തിയുടെ കഥന രീതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിന്റെ ദൈവിക രഹസ്യം അറിയിക്കാനുള്ള, അഥവാ അതിനെ രേഖപ്പെടുത്താനുള്ള ഒരു അവതരണ രീതി ഉണ്ടല്ലോ, അതിനെ കഥന രീതി എന്ന് പറഞ്ഞു. അപ്പൊ അതിനുപയോഗിക്കുന്ന വാക്കുകൾ, പ്രതീകങ്ങളെയൊക്കെ അവരുടെ അനുദിന ജീവിതം സ്വാധീനിച്ചിട്ടുണ്ട്. അഥവാ അവയും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥകാരന്മാർ സംസാരിക്കുന്നത്. അപ്പോ ഈ പാമ്പിന്റെ ഒരു പശ്ചാത്തലമുള്ള എന്നറിയാമോ? അത് ഈ കാനാന്യരായ ആളുകൾക്ക്, ഇവർ വന്ന് അധിവസിക്കുന്ന കാനാന്യരായ ആളുകൾ സർപ്പാരാധകരായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അവർ സർപ്പാരാധകരായി. അത് ലോകത്തിലെ മിക്കവാറും പ്രാചീന മതങ്ങളിലൊക്കെ ഉണ്ട് ഈ സർപ്പാരാധന. നമ്മുടെ നാട്ടിലുണ്ട്. സർപ്പത്തെ ദൈവത്തെ പോലെ ആരാധിക്കുന്നു. അതുപോലെ തന്നെ ഈ മണ്ണിൽ എഴയുന്ന സർപ്പവുമായി ബന്ധപ്പെട്ട് മണ്ണിന് ഫലഭൂഷ്ടി നൽകുന്നത് സർപ്പമാണെന്ന്, പാമ്പാണെന്നുള്ള ഒരു ധാരണ എങ്ങനെയൊക്കെയോ പൗരാണിക മനുഷ്യന്റെ തലയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സർപ്പത്തെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികളും ഈ സർപ്പവുമായി ബന്ധപ്പെട്ട ലൈംഗികതയെ അവതരിപ്പിക്കലും എന്ന് പറഞ്ഞാൽ കൾട്ട്, ഈ ഫെർട്ടിലിറ്റി കൾട്ട് എന്നാണ് അതിന് പറയുക. അതായത് ഇപ്പം നല്ല വിളവുണ്ടാകാൻ വേണ്ടി ലൈംഗികതയിലൂടെ മണ്ണിനെ പ്രീതിപ്പെടുത്തുക, അങ്ങനെയൊക്കെ തുടങ്ങുന്ന അങ്ങനെ കാഴ്ചപ്പാടിലൊക്കെ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക്, അങ്ങനത്തെ പശ്ചാത്തലങ്ങളൊക്കെ നാട്ടിൽ പൊതുവിലുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ ഈ കാനാന്യരുടെ ഈ പ്രത്യേകതയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇവര് സർപ്പാരാധകരായിരുന്നു. എല്ലാ സ്ഥലത്തും സർപ്പത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന ക്യാരക്ടറുള്ള ആളുകൾ. ഈ സോളമൻ പോലും വിജാതീയ ഭാര്യമാരെയൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പം അവര് വഴിയായി
അവരുടെ വിജാതീയ ആചാരങ്ങളും ഒക്കെ അവരുടെ നാട്ടിലേക്കും വരാൻ തുടങ്ങി. അപ്പോ അതിനകത്തും കൂടെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് സർപ്പാരാധനയൊക്കെ. അപ്പൊ അങ്ങനത്തെ തിന്മകൾ അവരുടെ ഇടയിൽ വന്നിട്ടുണ്ട് എന്നതിന്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൂടിയാണ് അവർ പറയുന്നത് ഇതൊരു കൗശലമാണ്. അവനാണ് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്നത്, ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിക്കുന്നത്, അവനെ മരണത്തിന് കാരണമാക്കുന്നത് ഈ സർപ്പാരാധന പോലത്തെ ഈ വിഗ്രഹാരാധനകളാണ് എന്ന് പറയുന്നതിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ആദിമ മനുഷ്യനെ ചതിച്ച ആ യാഥാർത്ഥ്യത്തെ ഈ സർപ്പവുമായി കണക്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരു പാമ്പ് വന്നിട്ട് അങ്ങോട്ട് വിശേഷമൊക്കെ ചോദിച്ചിട്ട് പാമ്പ് വന്നിട്ട് സുഖല്ലേ നിനക്ക്, നീ എന്നെ എടുക്കുക എന്ന് ചോദിച്ചു എന്നല്ല അതിന്റെ അർത്ഥം എന്ന് നമുക്കറിയാം. നമ്മൾ പിള്ളേർ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഇതൊരു കഥ പറഞ്ഞു തരുന്നത് പോലെ ഒരു യാഥാർത്ഥ്യം പറഞ്ഞു തരുവാണ്. അതുകൊണ്ട് സർപ്പം വന്നിട്ട് സ്ത്രീയോട് ചോദിക്കുകയാണ്, തോട്ടത്തിൽ ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? ഈ സർപ്പം വന്നിട്ട് ചോദിക്കുകയാണ് അവളോട്, അതെ ഈ തോട്ടത്തിന്റെ ഇടത്തുള്ള ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? അതൊന്നും അറിയാത്ത പോലെ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? അത് ചെയ്യാൻ പാടില്ല എന്നല്ല അറിയാമോ? ഉടനെ ഹവ്വ ഭയങ്കര ജെന്റിലാണ്. ഷീസ് വെരി ഒബീഡിയന്റ്, ഷീസ് വെരി കെയർഫുൾ, വെരി സ്പിരിച്വൽ. അതുകൊണ്ട് സ്ത്രീ വളരെ പെട്ടെന്ന് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, അങ്ങനെ ഒരു പ്രശ്നമില്ല, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും പഴങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിക്കാം. അവള് പറഞ്ഞ സത്യമാണ്. അവളത് പറഞ്ഞു. എന്നിട്ട് അവള് പറയാണ്, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള ആ പർട്ടിക്കുലർ മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്. ഇവള് കർത്താവ് തൊടുക പോലും അരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇവൾ ആഡ് ചെയ്യുന്നതാണ്. ഇവൾ കുറച്ച് എക്സാജറേറ്റുകൾ ചെയ്തിട്ടാണ് പറയുന്നത്. അവളോട് പഴക്കരുത് തിന്നരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവള് പറയാണ് പഴക്കരുത് മാത്രമല്ല തൊട്ടുക പോലും ചെയ്തിരുന്നാണ് പറഞ്ഞേക്കുന്നത് എന്നാണ് ഈ ഹവ്വ പറയുന്നത്. അവളുടെ ആത്മാർത്ഥതയും ആ ദൈവകൽപ്പനയെ കുറിച്ചുള്ള ഭയങ്കരമായ തിരിച്ചറിവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ വാചകത്തിനകത്ത്. ദൈവത്തിന്റെ കൽപ്പനയ്ക്കകത്ത് അത് കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ഇവള് കൂട്ടിച്ചേർക്കുകയാണ്, ഇവര് ഒരു കഷ്ണം കൂടെ ആടിയിട്ട് തൊടുക പോലും ചെയ്യും. ദൈവം തൊട്ട് നോർത്ത് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെയാ. അപ്പം ഇവളാണ് പറയുന്നത് തൊടുപോലും ചേരുന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ടോ ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കാൻ ഉദ്ദേശമൊന്നുമില്ല, അതുകൊണ്ട് അത് ഭക്ഷിച്ചാണല്ലോ ഞങ്ങൾ മരിച്ചു. ബാക്കി എല്ലാം ഞങ്ങൾക്ക് തിന്നാം, എല്ലാ സൂപ്പർ പഴങ്ങളാണ്, എല്ലാ പഴങ്ങളും വളരെ മനോഹരമാണ്, എല്ലാം നല്ലതാണ്, ദൈവം കണ്ടു, എല്ലാം സുന്ദരമായിരിക്കുന്നു, അതിനകത്തുള്ള എല്ലാം ഉണ്ടല്ലോ എന്ന് ഇവള് സാത്താനോട് മറുപടി പറയും. ഇനി അപ്പോൾ സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. 3 നുണകളാണ് ഈ സാത്താൻ ഇവളോട് പറയുന്നത്. നോക്കുക, ഇതിനകത്തുള്ളൊരു കാര്യം എന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ഒരു പാപം എങ്ങനെ ജനിക്കുന്നു എന്ന് മനുഷ്യനെ പഠിപ്പിക്കലാണ് ഇവിടെ. പാപം എങ്ങനെ ജനിക്കുന്നു? ഒന്നാമത്തെ കാര്യം, നിർദോഷകരമായ ഒരു ചിന്തയിലൂടെ, ഒരു ചോദ്യത്തിലൂടെയാണ് പാപം രംഗപ്രവേശം ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ തന്നെ അത് കുഴപ്പമുണ്ടോ, അത്രയും ചെയ്താൽ വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് പറയാൻ തോന്നുന്നത് പോലത്തെ ഒരു ചിന്ത. ഇനി അടുത്ത സ്റ്റേജ് എന്താണ്? അടുത്ത സ്റ്റേജ് ആ ചിന്തയുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടലാണ്. നോക്കുക, ഒന്നാമത്തെ പ്രശ്നം എന്താ? സർപ്പം ചോദിക്കുമ്പം ഇവള് സർപ്പത്തോട് ആൻസറബിൾ ആണോ? സർപ്പത്തോടാണോ ഇവൾ ആൻസർ ചെയ്യേണ്ടത്? സർപ്പം ഇവളോട് ചോദിക്കാൻ സർപ്പം ആരാണ്? ഇവളെന്തിനാ അതിനകത്ത് ഡയലോഗിന് നിൽക്കണം? ഇനി സംസാരിക്കുന്ന വിഷയം എന്താ? ദൈവം സ്ഥിരമായി ബാൻ ചെയ്തിരിക്കുന്ന ഒരു വലിയ വിഷയം. അവക്ക് പറയാം നോ, ഇതെന്റെ വിഷയമല്ല എന്ന് പറഞ്ഞ സർപ്പത്തെ ഓടിച്ചുവിടാം. പക്ഷെ ഇവൾ എന്താ ചെയ്യുന്നത്? ഇവള് സർപ്പവുമായിട്ട് നെഗോസിയേഷൻ നിൽക്കുകയാണ്, ആശയസംഭവത്തിന് നിൽക്കുകയാണ്, സർപ്പം പറയുന്നത് കേൾക്കാൻ നിൽക്കുകയാണ്. ഇവള് അഭിപ്രായങ്ങൾ ചോദിക്കുകയും അഭിപ്രായം സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ട് സംഭാഷണം നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? വിശുദ്ധമായ ജീവിതത്തിന്, നല്ല ജീവിതത്തിന് ദൈവത്തോട് മാത്രമേ സംഭാഷണത്തിൽ ഏർപ്പെടാവൂ എന്നതാണ്. വെറുതെ വർത്താനം പറഞ്ഞ എന്നാ കുഴപ്പം എന്ന് നമുക്ക് ചോദിക്കാം, അല്ലെ? വെറുതെ ഒന്ന് കണ്ടെന്നല്ലേ ഉള്ളൂ, എന്നാ കുഴപ്പം? ഇതിങ്ങനെ വെച്ചെന്നല്ലേ ഉള്ളൂ, ഇനിയിപ്പോ എന്നാ കുഴപ്പം എന്നാണ് ലോകം ചിന്തിക്കുന്നത്. അഥവാ ലോകം നമുക്ക് വെച്ച് നീട്ടുന്നത് അങ്ങനെയാണ്. ഇത്രയും വരച്ചെന്ന് ഓർത്ത് എന്താ കുഴപ്പമുള്ളത്? കഞ്ചാവ് അല്പം തൊട്ട് നോക്കി നിർത്തി എന്താ കുഴപ്പമുള്ളത്? കണ്ടമാനം കഴിക്കാൻ, മദ്യം കുടിച്ച് ബോധം കെടായിരുന്നത്, ശകലം കഴിക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ഇങ്ങനെയാണ് ലോകത്തിന്റെ സംഭാഷണം. ഈ സംഭാഷണത്തിന്, ആ സംഭാഷണത്തിന്റെ ഡയലോഗ് പാർട്ട്ണർ ആകാൻ പോകാതിരിക്കുക എന്നുള്ളതാണ് പാപത്തെ അതിജീവിക്കാനുള്ള മാർഗം എന്നാണ് വിശുദ്ധഗ്രന്ഥം പറഞ്ഞു തുടങ്ങുന്നത്. ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ പറയുകയാണ്, നീ അനാവശ്യമായിട്ട് തിന്മയായിട്ട് വർത്താനം പറയാൻ പോകണ്ട. അത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് വേണ്ട എന്ന് വെക്കുന്ന ഒരൊറ്റ വാക്കിൽ തീരേണ്ട കാര്യമാണ്. ഇവൻ ഇങ്ങനെ ചർച്ചയ്ക്ക് പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകും. എന്നിട്ടോ നിങ്ങൾ ഇനി സർപ്പം 3 നുണകൾ പറയാണ്. ഒന്നാമത്തെ നുണ, നിങ്ങൾ മരിക്കുകയില്ല. ദൈവം പറഞ്ഞു മരിക്കും, ഇവൻ പറഞ്ഞു മരിക്കുകയില്ല. ഇതിൽ ആരെ വിശ്വസിക്കണം? തന്നെ സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, എപ്പോഴും കൂടെയുള്ള, ഉലാത്താൻ വരുന്ന, എല്ലാം സൃഷ്ടിച്ച് അവരുടെ ഉപയോഗത്തിന് നൽകിയ ആ ദൈവത്തെ വിശ്വസിക്കണോ?
ഒരു ദിവസം ടപ്പേന്ന് രംഗപ്രവേശം ചെയ്ത പാമ്പിനെ വിശ്വസിക്കണം. ഇനി രണ്ടാമത്തെ നുണ എന്താണ്? ഇനി അങ്ങനെ തിന്നുന്ന ദിവസം എന്തു പറ്റും? നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവത്തിന് അറിയാം. രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവത്തിന് അറിയാം ഒരു കാര്യം, ദൈവം അസൂയാലുവാണ്, ദൈവം നിങ്ങളെ പറ്റിച്ചേക്കുന്ന, ദൈവത്തിന് അറിയാം നിങ്ങളെങ്ങാനും അത് തിന്നാ നിങ്ങൾ കണ്ണൊക്കെ തുറന്ന് നന്മതിന്മയെ അറിഞ്ഞ് ദൈവത്തെ പോലെയാകും. എന്ത് മണ്ടൻ ഡയലോഗാണ് അതെന്ന് ആലോചിച്ച് നോക്കണം. ദൈവത്തെ പോലെയാകും, ദൈവത്തിന് പേടിയുണ്ടെങ്കിൽ ദൈവത്തിന് ആ മരം അടവയ്ക്കേണ്ട ആവശ്യമുണ്ട്? ഇനി ആ ദൈവത്തിന് വേണമെങ്കിൽ ഉണ്ടേ പോലും അതിനെ മറച്ചു വെച്ചുകൂടെ? എന്തിനത് വെച്ചിട്ട് തന്നെ പോലെ ആകാനുള്ള ഒരു സാധ്യത നിലനിർത്തിക്കൊണ്ട് ഈ റിസ്ക് എടുക്കണം? ഇതൊന്നും ഇവള് ചിന്തിക്കുന്നൊന്നുമില്ല. പകരം ഇത് ചുമ്മാ കേൾക്കുകയാണ്. മൂന്നാമത്തെ എന്താണ്? ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും മൂന്നാമത്തെ അതായിരുന്നു. ഒന്ന്, നിങ്ങൾ മരിക്കുകയില്ല. രണ്ട്, നിങ്ങളുടെ കണ്ണുകൾ തുറക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിസ്ഡം ഉണ്ടാകും എന്നാണ് രണ്ടാമത്തെ നുണ. അത് പറഞ്ഞാൽ അതുവരെ അവർക്ക് വിസ്ഡമുണ്ട്, ദൈവത്തോട് കൂടെയാണ്. പക്ഷേ സർപ്പം പറയുകയാണ്, അഥവാ തിന്മ പറയുകയാണ്, ഇത് കഴിച്ചാണ്ടല്ലോ നിന്റെ കണ്ണ് വിടരും, നിനക്ക് ഉൾക്കാഴ്ചയുണ്ടാകും, നിനക്ക് വലിയ ജ്ഞാനം ഉണ്ടാകും. രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്താണ്? നീ ദൈവത്തെ പോലെയാകും, നന്മതിന്മ അറിഞ്ഞ് നീ ദൈവത്തെ പോലെയാകും എന്ന് സാത്താൻ അവരോട് പറഞ്ഞു. ഇനി എന്നിട്ട് അടുത്ത കാര്യം എന്താണ്? ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഇതാണ് അതിന്റെ അടുത്ത റിസൾട്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ നോക്കുമ്പോൾ ഈ പഴം ആസ്വാദ്യമാണ് എന്ന് മനസ്സിലായി. പാപത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണിത്. ഒന്നാമത്തെ കാര്യം എന്താണ്? പാപം എപ്പോഴും ആസ്വാദ്യമാണ്. അപ്പോൾ ആസ്വാദ്യമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നന്മ എന്ന അർത്ഥമില്ല. ആളുകൾ പലരും പറയും അത് മനുഷ്യനെ ആസ്വദിക്കാമെങ്കിൽ നല്ലതല്ല. ആസ്വാദ്യമായതുകൊണ്ട് നന്മയായിരിക്കണമെന്നില്ല. ആസ്വാദ്യമാണ് പാപത്തിന്റെ സ്വഭാവം. എല്ലാ പാപത്തിന്റെയും സ്വഭാവം ആസ്വാദ്യമാണ്. അത് ആസ്വദിക്കത്തക്കതാണ് എന്നുള്ളതാണ്. അത് മദ്യമായാലും മറ്റ് അധാർമികതകളായാലും മോഷണമായാലും വഞ്ചനയായാലും ഒക്കെ അത് അവനെ ഒരു വിധത്തില്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആസ്വദിപ്പിക്കുന്നുണ്ട്. ഒരു ബാങ്ക് കവർച്ച നടത്തുന്ന ഒരാൾ, അവനത് ആസ്വാദ്യമാണ്. അത് ചെയ്യുമ്പം അവന്റെ കയ്യിൽ പണം അധ്വാനിക്കാതെ കിട്ടുമ്പം അവനത് ആസ്വദിക്കുന്നു, ആസ്വാദ്യമാണ്. അങ്ങനെ എല്ലാ തിന്മകളും ആസ്വദിപ്പിക്കുന്നതാണ് എന്നതാണ് എൻ്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് പാപത്തിന്റെ പൊതു സ്വഭാവത്തെയാണ് ഈ പഴം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാപമാണ് പഴം, അല്ലാതെ ഒരു സാധനമല്ല. പാപത്തെ സൂചിപ്പിക്കുന്ന പഴവും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവയെ, തിന്മയുടെ മൂർത്തരൂപമാകുന്ന സാത്താനെയും മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന തോന്നലുകളെയും രണ്ടിനെയും സൂചിപ്പിക്കുന്നത് പാപം. ഇനി ഈ പാപം എന്ന യാഥാർത്ഥ്യത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? കണ്ണിന് കൗതുകകരമാണ് എന്നുള്ളതാണ്. കണ്ണിന് കൗതുകകരമാണ്. എന്താണ് കൗതുകകരം? അത് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതാണ്. ചുമ്മാ ഒരു സാര്യം പോലെയല്ല. ഉദാഹരണത്തിന് വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുമെന്ന് ചോദിച്ചു. കുർബാന, ഹോളിമാസ്, അതിനെ കുറിച്ച് പറയാണ് ആൾക്കാരെ. ഓ ശരി, ആട്ടെ. കുറച്ചു നേരം കേട്ട് ബ്ലാക്ക് മാസിനെ കുറിച്ച് പറയാന്ന് ചോദിച്ചു. എന്നിട്ട് അതെങ്ങനെയാ എന്ന് ചോദിച്ച ആൾക്കാരിരിക്കും അല്ലെ. ഇതിലേത് കേൾക്കാനാണ് ആൾക്കാർക്ക് താല്പര്യമുള്ളത്? കുർബാനയെ കുറിച്ച് അച്ഛൻ പറഞ്ഞു, ഓ ശരി, അതൊക്കെ നമ്മൾ പണ്ടേ കേട്ടോ, ഓ നമുക്കറിയാം എന്ന മട്ടിലിരിക്കുന്ന ആൾക്കാർ ബ്ലാക്ക് മാസ് നടക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് എന്നാ ചോദിച്ചു. അതറിയാൻ പാടില്ല, അത് പറ എന്ന് പറഞ്ഞിട്ട് വരുന്നത് നമ്മൾ കാണും. അതുകൊണ്ട് എല്ലാ തിന്മയുടെയും പ്രത്യേകത അത് ഭയങ്കര കൗതുകകരമാണ് എന്നതാണ്. അപ്പൊ കൗതുകം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ തിന്മയുടെ സ്വാധീനത്തെക്കുറിച്ചും നമ്മൾ ഓർക്കണം. കൗതുകകരമായ കാര്യങ്ങൾ, ജെന്യൂൻ ആയിട്ടുള്ള കൗതുകം പോലെയല്ല അത്. സ്വാഭാവികമായ ഒരു ദാഹം, ദൈവവചനം പഠിക്കാനൊക്കെയുള്ള ദാഹം, അതുപോലെയല്ല കൗതുകം. ഇത് വെറുതെ ഇപ്പം അങ്ങനെയാണല്ലോ കുട്ടികളൊക്കെ പാപത്തിൽ വീഴുന്നതിന്റെ കാര്യം ഇതല്ലേ. പിള്ളേരോട് പറയും, എടാ ഈ സാധനം ഉണ്ടല്ലോ കഞ്ചാവോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇടയ്ക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പണ്ടേ ഉണ്ട്, ഈ ഇടയ്ക്ക് ഒത്തിരി ഇൻസിഡൻസ് ഒരുമിച്ചുണ്ടായപ്പോൾ അത് ഭയങ്കര ചർച്ചാ വിഷയമായി. കുട്ടികളുടെ ഇടയ്ക്കൊക്കെ ഈ ഹോസ്റ്റലുകളിലൊക്കെ പലരും പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ, നീ ഇതിൽ അല്പം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിനക്ക് നല്ല പഠിക്കാൻ പറ്റും, നിന്റെ ബ്രെയിൻ കുറച്ചുകൂടി ആക്റ്റീവ് ആകും, കുറച്ചുകൂടി എനർജി കിട്ടും, ഓർമ്മശക്തി ഉണ്ടാവും, നീ ഇത് അഡിക്റ്റ് ആയി പോയാലേ പ്രശ്നമുള്ളൂ, നീ അല്പം ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല എന്നാണ് പറയാം. അപ്പോൾ എന്നിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ ഇവന് കൗതുകമാണ്. അല്ലാതെ ഞാനൊന്ന് അഡിക്റ്റ് ആയേക്കാം, ഞാനും കൂടി അഡിക്റ്റ് ആയേക്കാം എന്ന് അവരാരും വിചാരിക്കുന്നില്ല. ആകെ വിചാരിക്കുന്ന എന്താണ്? ഒരു ക്യൂരിയോസിറ്റി ചമ്പിക്കുക, ഒരു പ്രാവശ്യം നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞാൽ മതി. അതുകൊണ്ടാണ് അടുത്ത കാര്യം, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവും. ഇവൻ വിചാരിക്കുന്ന അതൊരു അറിവാണ് എന്നാണ്. ഒരല്പം കുടിച്ചു നോക്കി അതിന്റെ രുചി എന്താ, അതിന്റെ ആ ഒരു ഫീൽ എന്താണ്, ഈ പൂസ് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം, വേറെ അറിയാൻ വേണ്ടി മാത്രം.
അറിയുക എന്ന് പറയുന്നത് റിയലി ഒരു പോസിറ്റീവ് കാര്യമായിരുന്നു, അല്ലെ? അറിവ് എന്ന് പറയുന്നത്, അറിവ്, ആലോചന, ആത്മശക്തി, ഇതൊക്കെ പരിശുദ്ധാത്മ ദാനങ്ങളാണ്. അതുകൊണ്ട് അറിവ് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ദൈവിക ദാനമാണ്, അത് നന്മയെ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ തിന്മയ്ക്കും ഒരു പ്രത്യേകതരം അറിവിന്റെ സ്വഭാവമുണ്ട്, അല്ലെങ്കിൽ തിന്മയ്ക്ക് തിന്മയുടെ ഒരു അറിവുണ്ട്. ആ അറിവിനാൽ ആകർഷിക്കപ്പെടുന്നത് ആണ് ഒരാളെ പാപത്തിലേക്ക് നയിക്കുന്ന മാർഗം. അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധ ലിഖിതങ്ങൾ അതിന്റെ ആരംഭത്തിൽ തന്നെ പാപത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ തരികയാണ്. അതാണ് ഇതിന്റെ പർപ്പസ്. പാപം എങ്ങനെ ഇരിക്കും എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് കാണുമ്പോൾ കൗതുകകരമായിട്ടിരിക്കും, അതിന് അറിവ് തരാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കും. പലപ്പോഴും ആളുകൾ ഇതിനകത്തേക്ക്, ഇങ്ങനത്തെ തിന്മകൾക്കകത്തേക്ക് പോകുന്നത് ഒരു പ്രത്യേക അറിവ് കിട്ടും, ഒരു പ്രത്യേക കാര്യം അറിയാൻ പറ്റും, ഒന്ന് അറിഞ്ഞു നോക്കാമല്ലോ, നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ പലപ്പോഴും എല്ലാ തിന്മകളുടെയും പുറകെ പോകുന്നത്. അപ്പം ദൈവം ഉൽപ്പത്തി ചരിത്രത്തിന്റെ ആരംഭത്തിൽ തന്നെ മനുഷ്യന് പതനത്തിന് കാരണമാകാവുന്ന തെറ്റായ അറിവുകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുവാണ്. ഇനി എന്ന് കണ്ട് ഇതൊക്കെ എങ്ങനെയൊക്കെയാന്ന് കണ്ടിട്ട് അവള് പറിച്ചു തിന്നു, എന്നിട്ടോ അവള് തിന്നുക മാത്രമല്ല ഭർത്താവിനും കൊടുത്തു എന്നാണ്. എന്താണ് ഇതിന്റെ ഉള്ളർത്ഥം? അതായത് ദൈവം മനുഷ്യനെ തന്റെ നന്മയിൽ പങ്കാളിയാക്കി, അവനൊരു ജീവിത പങ്കാളിയെ നൽകി, അവന്റെ ജീവിതത്തിനൊരു പങ്കാളിയെ നൽകി. എന്നാൽ തിന്മ ചെയ്തപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ മറ്റുള്ളവരെയും കൂടെ തിന്മയ്ക്ക് പങ്കാളിയാക്കി എന്നാണ്. തിന്മയ്ക്ക് പങ്കാളിയാക്കുക ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പാപത്തിന് പങ്കാളിയാക്കുക. ഈ പാപത്തിന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് പാപം തന്നെയാണ്. പാപത്തിന്റെ പങ്കാളിത്തം പാപം തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഈ കോടതി കേസെടുക്കുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പം കൂട്ടുപ്രതികളെയും കൂടെ ശിക്ഷിക്കും. കൂട്ടുപ്രതികൾ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് തെറ്റ് ചെയ്തവർ മാത്രമായിരിക്കുമെന്നില്ല, ഇവൻ അറിഞ്ഞിട്ട് പറയാത്തവർ പോലും കൂട്ടുപ്രതികളായിട്ട് കണക്കാക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാള് ബോംബ് വയ്ക്കാൻ പോവാന്ന് നീ അറിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞു, അവനായി, അവന്റെ പാടായി, ബോംബ് വയ്ക്കുകയോ പിടിക്കാതിരിക്കുകയോ എന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ദൈവമേ എന്നും പറഞ്ഞിട്ട് ഞാൻ ഇനി പോലീസിൽ പറഞ്ഞു കൊടുത്തിട്ട് ഇനി അവനെ പറ്റിക്കാനും പോകുന്നില്ല, ഒന്നുമില്ല, ഞാനില്ല എന്ന് പറഞ്ഞു വിചാരിച്ചു. ഇവനത് കൊണ്ടിട്ടു, പൊട്ടിച്ചു, ബസ് സ്റ്റാൻഡിൽ കുറെ പേര് മരിച്ചു. എന്നുണ്ടാവും, അന്വേഷണം വരും, ഇവൻ അറിഞ്ഞിരുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ ഇവൻ അറസ്റ്റിലാവുകയും അതേ ശിക്ഷ മേടിക്കുകയും ചെയ്യും. കാരണം എന്താ? ഇവൻ അറിഞ്ഞിട്ട് അത് പറയാതിരുന്നത് കൊണ്ടാണ് സംഭവിച്ചത്. അറിഞ്ഞ പാടെ അവനത് അറിയിക്കേണ്ടവരെ അറിയിക്കുകയും ഇടപെടുകയും ചെയ്തിരുന്നെങ്കിലോ അവർ മരിക്കുകയില്ലായിരുന്നു. അപ്പൊ അവരുടെ മരണത്തിന് ആ ബോംബ് വെച്ച ആളോടൊപ്പം തന്നെ ഉത്തരവാദിയാണ് അറിഞ്ഞിട്ട് പറയാതിരുന്നയാൾ. എന്ന് വെച്ചാൽ പറയാതിരുന്നയാൾ ഒരർത്ഥത്തിൽ ആ തെറ്റിന്റെ പങ്കാളിയായി മാറും. അപ്പൊ അതുകൊണ്ട് വിശുദ്ധഗ്രന്ഥം പഠിപ്പിക്കുകയാണ്, പാപം ചെയ്യുന്നവന് മാത്രമല്ല കുറ്റമുള്ളത്, അതിന്റെ പങ്കാളിത്തവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പാപത്തിന്റെ ഒരു പങ്കാളിത്തത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് അതിന്റെ കാര്യം. ഇത് നമുക്ക് ഉത്ഭവഭാവത്തെക്കുറിച്ച് പറയാൻ ആവശ്യമുണ്ട്. പാപം എങ്ങനെയാണ് നമ്മളെ സ്വാധീനിച്ചത്? ഈ പങ്കാളിത്തം വഴിയാണ്. ആദത്തോടും ഹവ്വായോടും മനുഷ്യവംശത്തിന് മുഴുവൻ ഒരു പങ്കാളിത്തമുണ്ട്. ആ പങ്കാളിത്തം വഴി അവരുടെ നന്മകൾക്ക് എന്നതുപോലെ അവരുടെ തിന്മകൾക്കും നമ്മൾ പങ്കാളികളായി മാറും. നമ്മൾ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങ് പറയാം. ഇനി അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു. നോക്കുക, സാത്താൻ പറഞ്ഞാൽ ശരിയല്ലേ? സാത്താൻ പറഞ്ഞു നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. ഇവരുടെ കണ്ണു തുറന്നപ്പോൾ പക്ഷെ എന്താ കണ്ടത്? തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു. അവരുടെ കണ്ണുകൾ തുറന്നപ്പോൾ അവരവരുടെ കുറവുകളാണ് പിന്നെ കാണാൻ തുടങ്ങുന്നത്. അതുവരെ അവരുടെ നന്മയിൽ ജീവിച്ചു, അവരുടെ നന്മയെക്കുറിച്ചാണ് അവർക്ക് അറിവുണ്ടായിരുന്നത്. ഇവിടെ അവർ അവരുടെ കുറവുകൾ കാണാൻ തുടങ്ങി. ഒരർത്ഥത്തിൽ ഈ സാത്താൻ പറഞ്ഞതൊക്കെ വികലമായ ഒരർത്ഥത്തിൽ നിറവേറുകയാണ്. ദൈവം പറഞ്ഞവയും വികലമായ ഒരർത്ഥത്തിൽ നിറവേറാൻ പോവുകയാണ് ഇവിടെ. ആദ്യത്തെ കാര്യം എന്താണ്? രണ്ടുപേർ അവരുടെ കണ്ണുകൾ തുറക്കുക തന്നെ ചെയ്തു. അപ്പോഴാണ് അവരറിഞ്ഞു തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യണം? ഇനി നഗ്നത മറയ്ക്കണം. അവർക്ക് പുതിയ പ്രശ്നം ഉണ്ടായി. അവര് പെട്ടെന്ന് അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. എന്താണ് ഈ നഗ്നത എന്ന് പറഞ്ഞാൽ? ഇവർ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അപ്പോഴാണ് ഇവർക്ക് നാണം വന്നത് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അതിന്റെ ശരിയായ അർത്ഥം അതല്ല. കാരണം അവർ നേരത്തെയും അങ്ങനെ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. അതുകൊണ്ട് അവർക്ക് അതൊരു കുഴപ്പമുള്ള കാര്യമില്ലായിരുന്നു. അവർ സൃഷ്ടിക്കപ്പെട്ട അവരുടെ തൊലി തന്നെ ഏറ്റവും മനോഹരമായ ഒരു വസ്ത്രമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവരങ്ങനെ കാണപ്പെട്ടിരുന്നു. അത് മനോഹരമായിരുന്നു അവർക്ക്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നറിയാമോ? ഈ വസ്ത്രത്തിന് ഒത്തിരി അർത്ഥങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു അർത്ഥം എന്ന് പറയുന്നത്, ഈ വസ്ത്രം
ഒരു ബന്ധത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. വസ്ത്രം ബന്ധത്തിന്റെ അഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലൊക്കെയാന്ന് വിചാരിച്ചോ, ഒരു ചാച്ചൻ ചുമ്മാ ഷർട്ടൊന്നും ഇടാണ്ട് ഒരു മുണ്ട് കൊടുത്തിട്ട് പെരയിൽ കുത്തിയിരിക്കും, അല്ലെ? വീട്ടിലവിടെ ഇരിക്കും, വർത്താനം പറഞ്ഞു, മക്കളും പിള്ളേരും ഒക്കെ ഉണ്ട് അവിടെ, അവർ വർത്താനം പറയാൻ അങ്ങനെയൊക്കെ നടക്കും. അല്ലെങ്കിൽ ചുമ്മാ എന്നേലും ഒരു നാമമാത്ര വസ്ത്രമൊക്കെ ഇട്ടിട്ട് വീട്ടിൽ കൂടെ പിള്ളേരൊക്കെ നടക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൻ താഴത്തോട്ട് നോക്കുമ്പം ദൂരെ തണ്ടാ കുറച്ച് ബന്ധുക്കളോ അയൽക്കാരാരാണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പൻ എന്ത് ചെയ്യും? ഒറ്റ ഓട്ടത്തിന് പോയിട്ട് ഷർട്ടൊക്കെ എടുത്തിട്ട് വേഗം ബട്ടൺസൊക്കെ ഇട്ടിട്ട് വായോ വായോ എന്ന് പറഞ്ഞിട്ട്. അതെന്താ? വീട്ടിലിരിക്കുമ്പോ ഇത് വേണ്ട, പുറത്ത് ആൾക്കാർ വന്നപ്പോ ഇത് വേണ്ടി വന്നത്. കാരണം എന്താണെന്നറിയാമോ? വീട്ടുകാരോട് അത്രയും ബന്ധമുണ്ട്, പുറത്തുനിന്ന് വരുന്നവരോട് അത്രയും ബന്ധമില്ല. അതുകൊണ്ടാണ് ആ ബന്ധത്തിന്റെ ദൂരത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് മാത്രമല്ല കേട്ടോ, ഇന്നത്തെ കാലഘട്ടത്തിൽ ആദരവിന്റെ അടയാളമായിട്ടൊക്കെ വസ്ത്രം മാറുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അടിസ്ഥാനപരമായ ഒരു കാര്യം, ഈ വസ്ത്രത്തിന്റെ അഭാവം അവരുടെ ആഴമുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. ഒരു ദാമ്പത്യ ബന്ധത്തിനകത്തേക്ക് നോക്കുക. ഒരു ദാമ്പത്യ ബന്ധത്തിനകത്ത് അവരുടെ സ്വകാര്യതയിൽ അവരുടെ ബന്ധത്തിന്റെ അടയാളം പോലെ അവർക്ക് വസ്ത്രമില്ലായ്മ അവർക്ക് ലജ്ജയ്ക്ക് കാരണമായി തീരുക പോലുമില്ല. കാരണം അത് അവരെ അത്രമാത്രം തീവ്രമായ ബന്ധമാണ്. അവർ ഇനിമേൽ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് അവബോധമുണ്ട്. അതാണ് അതിന്റെ കാര്യം. എന്നാൽ അങ്ങനെ അല്ലാത്ത ഒരാളുടെ അടുത്ത് ആ പരുവത്തിൽ അവർ പോകത്തില്ല. കാരണം ബന്ധം അത്രയും, അങ്ങനെ ഒരു ബന്ധം ഇല്ല. അപ്പൊ നോക്കിക്കേ, പെട്ടെന്ന് അവർ അത്തിയില ചുറ്റി അവർ വസ്ത്രമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അവർക്ക് ബന്ധം നഷ്ടപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. ആരോടൊക്കെയുള്ള ബന്ധം? ജീവിത പങ്കാളിയോടും ദൈവത്തോടും ഈ പ്രകൃതിയോടും ഒക്കെയുള്ള ബന്ധം അവന് നഷ്ടപ്പെട്ടു. അവൻ ഒറ്റപ്പെട്ടു. അവൻ അവന്റെ കൂടാരത്തിനകത്തേക്ക് പിൻവലിഞ്ഞു. ഒരു വസ്ത്രത്തിന്റെ കൂടാരത്തിനകത്തേക്ക് അവൻ പിൻവലിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യമെല്ലാം നഷ്ടപ്പെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. എന്നിട്ടോ തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞു, അട്ടിയില്ലകൾ കൂട്ടി തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. ഇത് വളരെ രസകരമായ മറ്റൊരു പരാമർശം നമ്മൾ കാണും. അതിങ്ങനെയാണ്, ഈ ദൈവം തന്നെ ഇതിനകത്ത് സമാനമായ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണത്? ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം വിശദീകരണം ഉണ്ടെങ്കിൽ അത് വായിക്കാവേ. ഇപ്പൊ നമ്മൾ വായിച്ചത് അവരത്തിയിലകൾ കൂട്ടി തുന്നി അരക്കച്ചയുണ്ടാക്കി എന്നാണ്. ഇനി ദൈവം തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ഒരു കച്ചയുണ്ടാക്കിയിട്ട് അവരെ തന്നെ ധരിപ്പിക്കുന്നത് നമ്മൾ തുടർന്ന് കാണും. നമ്മൾ എവിടേക്ക് വരാം. എനിവേ, അരക്കച്ചയുണ്ടാക്കി. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിന്റെ ശബ്ദം അവർ കേട്ടു. ദൈവത്തിന്റെ സ്വരം അവർ കേട്ടു. പുരുഷനും ഭാര്യയും വെയിലാറിയപ്പോൾ, ഓരോ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള നാടകീയമായ അവതരണം. ശബ്ദം അവർ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിയൊളിക്കാൻ തുടങ്ങി. ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങി. സാത്താനും പാമ്പും ഒന്നും പിന്നെ പിക്ചറിലേ ഇല്ല. അവരപകടത്തിൽപ്പെട്ടു. ഉത്തരവാദിയും ഫലവും അവര് മാത്രം. നോക്കിക്കേ, ഇനി നമുക്ക് ഇതിന്റെ ആദ്യം മുതലുള്ള കാര്യങ്ങൾ ചിലതൊക്കെ ഒന്ന് പറഞ്ഞു വരാം. ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഈ പാപം എങ്ങനെ രംഗപ്രവേശം ചെയ്യുന്നതാണ്. ദൈവമല്ല പാപം സൃഷ്ടിച്ചത്. പാപം എങ്ങനെ ഉണ്ടായി? അവന് നൽകപ്പെട്ട സ്വാതന്ത്ര്യത്തെ അവൻ ദുരുപയോഗിച്ചപ്പോഴാണ് പാപം ഉണ്ടായത്. അവനെ ദൈവം പാപം ചെയ്യിപ്പിച്ചതല്ല, ദൈവം പാപം നിർമ്മിച്ചതുമല്ല. പകരം അവന്റെ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചപ്പോഴും അവന്റെ പ്രവണതകൾക്കനുസരിച്ച് വിവേചനാശക്തി ഇല്ലാതെ അവൻ പെരുമാറിയപ്പോഴും ദൈവത്തിന്റെ ശരിയായ വാക്കുകളെ അവൻ അവിശ്വസിച്ചപ്പോഴുമാണ് അവന് പാപം ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് പാപം അവന്റെ സൃഷ്ടിയാണ്. പാപം ദൈവത്തിന്റെ സൃഷ്ടിയല്ല, പാപം മനുഷ്യന്റെ തന്നെ സൃഷ്ടിയാണ്. അതിന്റെ കാരണം അവനെ പ്രേരിപ്പിച്ചവയോ ആയിരിക്കാം, ഒരിക്കലും ദൈവമല്ല എന്നതാണ് ആദ്യത്തെ കാര്യം. ഇനി ഈ ഉത്ഭവഭാവത്തെക്കുറിച്ച് ഏതാനും കാര്യങ്ങളൂടെ ഈ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ് ഈ ഉത്ഭവം? നമ്മൾ ഇത് ഈ ക്ലാസ്സിന് ഞാൻ വിശദീകരിക്കില്ല. പകരം നമ്മുടെ ലൂമിജൻസ്യത്തിന്റെ ക്ലാസ്സുകൾക്കകത്ത് അനുസരണം എന്ന് പറയുന്ന എപ്പിസോഡ് നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. അതിനകത്ത് ഈ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്താണ് ഈ ഉത്ഭവഭാവം? നമ്മൾ ആദ്യം പറഞ്ഞു ഈ ലൈംഗിക ബന്ധമൊന്നും അല്ല ഉത്ഭവഭാവം നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് ഈ ഉത്ഭവഭാവം? ഉത്ഭവഭാവം എന്ന് പറയുന്നത് അനുസരണക്കേട് എന്ന ഭാവമാണ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവിടുത്തെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യാതിരിക്കാനുള്ള പ്രവണതയാണ് അനുസരണക്കേട് എന്ന് പറയുന്നത്. ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുന്നതാണ് അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ, ദൈവം അവന് നന്മയായിട്ടുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തിന്മയായിട്ടുള്ളതും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഉണ്ടായിരിക്കെ ദൈവത്തിൽ വിശ്വസിക്കാതെ, ദൈവം പറഞ്ഞത് അംഗീകരിക്കാതെ തിന്മയായിട്ടുള്ളതിനെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നതാണ്
അനുസരണക്കേട്. അപ്പൊ അതുകൊണ്ട് ആദത്തിന്റെ ഹവ്വായുടെയും പാപം എന്ന് പറയുന്നത്, അഥവാ ഉത്ഭവപാപം എന്ന് പറയുന്നത്, ഒരു പടി കൂടെ കടന്ന് ഉത്ഭവം മുതലേയുള്ള പാപം എന്ന് പറയുന്നത് അനുസരണക്കേടാണ്. ദൈവത്തിന്റെ കൽപ്പനകളെ അവിശ്വസിക്കുന്ന പാപമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ അനുഭവത്തിലും ദൈവകൽപ്പനകൾ അനുസരിച്ചാൽ അവർ അവിടെ നിന്ന് പുറത്താക്കപ്പെടും, കാനാൻ ദേശത്ത് നിന്ന് അവർ വീണ്ടും പുറത്താക്കപ്പെടും എന്ന അനുഭവം അവർക്കുണ്ട്. ആ അനുഭവത്തിന്റെയും കൂടെ വെളിച്ചത്തിലാണ് ഇവര് പുറത്താക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ നമ്മൾ തുറന്നു കാണാൻ പോകുന്നു. എനിവേ, ഉത്ഭവപാപം എന്ന് പറയുന്നത് അനുസരണക്കേടാണ്, അനുസരണമില്ലായ്മയാണ്. അനുസരണം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ ഹിതത്തോട് തന്റെ ഹിതത്തെ ഒരുമിച്ച് ചേർത്ത് വെച്ച് ദൈവത്തോടൊപ്പമായിരിക്കലാണ് അനുസരണം. അതൊരു ശ്രേഷ്ഠമായ അവസ്ഥയാണ്. ദൈവത്തിന്റെ വില്ലിനോട് നമ്മുടെ വില്ലിനോട് ചേർത്ത് വെക്കുമ്പം നമ്മളും ഏതാണ്ട് ദൈവത്തെ പോലെ ഇരിക്കും. അങ്ങനെ ഓൾറെഡി നമ്മൾ ദൈവത്തിന്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്ന് വെച്ചാൽ ഒബീഡിയൻസ് എന്ന കാര്യം ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തിന്റെ ഛായ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കാര്യം. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ തന്നെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ആണ് ഈ സാത്താൻ വന്ന് കബളിപ്പിക്കുന്നത്. അഥവാ അവന്റെ തന്നെ ഉള്ളിലെ പ്രേരണ കബളിപ്പിക്കുന്നത്, ദൈവത്തോടുള്ള അവിശ്വാസം അവനെ കബളിപ്പിക്കുന്നത്. എന്നിട്ട് ഈ പാപം, ഉത്ഭവപാപം അഥവാ ഉത്ഭവം മുതലെയുള്ള പാപം എന്ന് വിളിക്കപ്പെടുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ആദോ ഹവ്വായും ചെയ്ത പാപത്തിന് ഇപ്പൊ നമ്മൾ എന്ത് പഴിച്ചു എന്ന് നമ്മൾ ചോദിക്കില്ലേ? ആദോ ഹവ്വായും ചെയ്ത പാപം തലമുറയിലേക്ക് കൈമാറി വന്നതൊന്നും അല്ല ഉത്ഭവപാപം എന്ന് പറയുന്നത്. ആദോ ഹവ്വായും ചെയ്തു, അതിന്റെ ശിക്ഷ നമുക്ക് കിട്ടി, ആ പാപം അതടുത്ത തലമുറയ്ക്ക് കിട്ടി. അങ്ങനെ കൈമാറി വന്നതിനെ കുറിച്ചല്ല പറയുന്നത്. കാരണം ഒരാളുടെ പാപം മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയില്ല, അല്ലെങ്കിൽ ഒരു പാപത്തിന്റെ ശിക്ഷ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടില്ല. അതാണ് കുറച്ച് ശരിയായി പറയുന്നത്. ഒരു തെറ്റിന്റെ ശിക്ഷ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും 1000 തലമുറകൾ വരെ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന്. അതൊരു വീഡിയോയിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച്, തലമുറകളിലേക്ക് നീളുന്ന ശാപം എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിനകത്ത് അതിനെക്കുറിച്ച് കേൾക്കുന്നതായിരിക്കും നല്ല. ഒറ്റ വാക്കി പറഞ്ഞാൽ, ശാപമില്ല, തലമുറകളിലേക്ക് ശിക്ഷ കൈമാറ്റം ചെയ്യുകയുമില്ല. കാരണം ഒരാൾ ചെയ്ത തെറ്റ് അയാളുടേതാണ്. അയാൾ ഒരു പാപമാകണമെങ്കിൽ, തെറ്റാണ് എന്ത് വേണം? സ്വന്തമായ തീരുമാനം വേണം, സ്വന്തമായ അറിവ് വേണം, അത് തെറ്റാന്നുള്ള അറിവ് വേണം, ആ തെറ്റ് ചെയ്യാനുള്ള സ്വതന്ത്രമായ സമ്മതം വേണം. ഇത് രണ്ടോട് കൂടിയാലേ അയാളുടെ പാപമാകുള്ളൂ. ഇതില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാ എന്ന് പറഞ്ഞാൽ, അപ്പൻ അത് ചെയ്തു, അതിന്റെ പേരിൽ മകൻ എന്ത് പഴിച്ചു, മകനൊരു കുഴപ്പവുമില്ല, അവനൊരു കുറ്റവുമില്ല എന്നാണ് അതിന്റെ സത്യം. അപ്പൊ അതുകൊണ്ട് ഒരാളുടെ തെറ്റിന് മറ്റൊരാൾ ശിക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ പച്ചമുന്തിരി തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇനിമേൽ നിങ്ങൾ പറയരുത് എന്ന് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിക്കുന്നത്. പിതാക്കന്മാർ പച്ചമുന്തിരി തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു എന്ന് ഇനിമേൽ നിങ്ങൾ പറയരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പച്ചമുന്തിരി തിന്നത് ആരോ അവന്റെ പല്ലേ പൊളിക്കുള്ളൂ, അല്ലാണ്ട് മക്കളുടേത് പൊളിക്കില്ല എന്ന്. മാതാപിതാക്കളാണ് പാപം ചെയ്തതെങ്കിൽ അതിന് മക്കൾക്ക് ശിക്ഷയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ശ്രദ്ധിച്ച് കേൾക്കണം, എനിക്ക് ഇതിന്റെ ബാക്കി പറയാനുണ്ട്. അതിലേക്ക് ഒരാളുടെ ശിക്ഷ മറ്റൊരാളിലേക്ക് പോകില്ല. അപ്പൊ അതുകൊണ്ട് ആദോ ഹവ്വായും തെറ്റ് ചെയ്തതിന് നമ്മൾ ശിക്ഷാവിധേയരല്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? ആദവും ഹവ്വായും ചെയ്ത പാപം എന്തായിരുന്നു? അനുസരണക്കേടായിരുന്നു പാപം. ഇനി എന്തുകൊണ്ടാണ് അവർ അനുസരണക്കേട് വരുത്തിയത്, അല്ലോ എന്തുകൊണ്ടാണ് അവർക്ക് അനുസരണക്കേട് വരാൻ കാരണമായത് എന്താണ്? അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇനി പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. ആദോ ഹവ്വായും അനുസരണക്കേടെന്ന പാപം ചെയ്തു. അതിന് കാരണം എന്താണ്? അവർക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സ്വാതന്ത്ര്യമുള്ള ദൈവഛായയിലാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗം, മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ദുരുപയോഗം നടത്താൻ അവർക്ക് കഴിയും. അതുവഴി അത് പാപമായി മാറുകയും ചെയ്യും. അഥവാ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കാനുള്ള ഒരു പ്രേരണ മനുഷ്യനായിരിക്കാൻ തന്നെ അവന്റെ ഉള്ളിലുണ്ട്. ഇനി നമ്മൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മളും ആദോ ഹവ്വായും സൃഷ്ടിക്കപ്പെട്ടതുപോലെ തന്നെ ദൈവത്തിന്റെ ഛായയിൽ, അതേപോലെ അതേ സെല്ലുകൾ ഉപയോഗിച്ച്, അതേ ബ്രെയിൻ ഉപയോഗിച്ച്, അതേ വായും കണ്ണും മൂക്കും ഒക്കെ ഉപയോഗിച്ച് ആണ് നമ്മളെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആദത്തിന്റെയും ഹവ്വായുടെയും അതേപോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്നിരിക്കെ, ആദത്തെ ഹവ്വായും പോലെ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്നിരിക്കെ, ആദോ ഹവ്വായും അവരിലുണ്ടായിരുന്ന നന്മ ദുരുപയോഗിക്കാൻ ഇടവരികയും അതുവഴി അവർ പാപം ചെയ്യുകയും ചെയ്തുവെങ്കിൽ അതുപോലെ തന്നെ പാപം ചെയ്യാനുള്ള ഒരു സാധ്യതയും നമ്മിലുണ്ട്. ആദോ ഹവ്വായും പാപം ചെയ്യാൻ ഇടവന്ന അതേ സാഹചര്യത്തിലാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നതുകൊണ്ട് അവർ ചെയ്ത അതേ പാപം ചെയ്യാനുള്ള സാധ്യത നമ്മിലുണ്ട്. സാധ്യത നമ്മിലുണ്ടെന്ന് മാത്രമല്ല, ആ സാധ്യതയുടെ വിനിയോഗവും അതിന്റെ പ്രേരണയും എല്ലാം നമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അനുസരണക്കേട് എന്ന് പറയുന്ന പാപം ആദിപാപം മാത്രമല്ല, ആദ്യം മുതലേ മനുഷ്യവംശം നിലനിൽക്കോളമുള്ള നിരന്തര പാപമാണ് അത്. അപ്പൊ അതുകൊണ്ട് ആദിപാപം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ സിൻ അല്ല,
പകരം അനുസരണക്കേട് കാണിക്കാനുള്ള, അല്ലെങ്കിൽ ദൈവത്തെ അവിശ്വസിക്കാനും ദൈവത്തിൽ നിന്ന് അകലാനും ദൈവത്തെ എതിർക്കാനുമുള്ള മനുഷ്യന്റെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗ സാധ്യതയാണ് ഈ ആദിപാപം. ഒന്നാമത്തെ അർത്ഥത്തിൽ ആദിപാപം എന്ന് പറയുന്നത്. ഇനി അതുകൊണ്ട് ആദവും ഹവ്വായും എന്ന രണ്ടുപേർ ചെയ്ത പാപത്തിന് നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷേ അവരാ പാപം ചെയ്തെങ്കിൽ അവരെ പോലെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് നമ്മളും അത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നമ്മളും അത് ചെയ്യാറുണ്ട്. അതാണ് നമ്മളെ ബാധിക്കുന്നത്. ഇനി എന്ന് പറയുമ്പം ആദത്തിന്റെ ഹവ്വായുടെയും പാപത്തിന് നമുക്ക് ഒരു പങ്കാളിത്തവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം? അല്ല, നമുക്ക് അതിനോട് ബന്ധമുണ്ട്. ഏത് തരത്തിലാണ് ബന്ധമുള്ളത്? ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കുടുംബത്തിന്റെ അംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്കും അതിനോട് ബന്ധമുണ്ട്. ആദവും ഹവ്വായും വഴി സ്ഥാപിക്കപ്പെട്ട മനുഷ്യവംശത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് മനുഷ്യവംശത്തിന് മുഴുവനും അതിൽ ഓരോരുത്തരുടെയും പാപത്തിന് പങ്കാളിത്തമുണ്ട്. ഇങ്ങനെ കാര്യം നമ്മൾ ഓർക്കണം. അത് ആദത്തിന്റെ ഹവ്വായുടെയും കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊരു പാപം ചെയ്താലും അതിനകത്ത് ബാക്കി എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഉദാഹരണത്തിന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു കൊച്ച് ഒരു തീവ്രവാദ സംഘത്തിനകത്തേക്ക് പോയി എന്ന് കരുതുക. ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നന്നായി വളർത്തുകയൊക്കെ ചെയ്തു. പക്ഷെ ആരൊക്കെയോ സ്വാധീനിച്ച് ആ കൊച്ച് തീവ്രവാദ സംഘത്തിനകത്തേക്ക് പോയി. എന്തുണ്ടാവും? ആ കുടുംബത്തിന് മുഴുവനും അത് നാണക്കേടായി മാറും. ആ വീട്ടിലെ രണ്ടാമത്തെ കൊച്ചിന്റെ വിവാഹാലോചന നടക്കുവാന്ന് വിചാരിക്കുക. ആലോചനയ്ക്ക് വരുന്നവരതിന് പിന്മാങ്ങും. വെറുതെ റിസ്ക് എടുക്കണ്ട എന്നവർ പറയും. പക്ഷെ ഈ മറ്റേ കൊച്ചിന്, രണ്ടാമത്തെ കൊച്ചിനകത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശമോ ആലോചന പോലും ആ കൊച്ചിനില്ല. അതിനെ ശക്തമായി എതിർക്കുകയും അതിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ ആ കുട്ടിയെ പോലും അത് ബാധിക്കും. കാരണം എന്താ? കാരണം അതൊരു കുടുംബമാണ് എന്നുള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായും കുടുംബത്തിനകത്ത് ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധം നന്മകളുടെ സംസർഗം മാത്രമല്ല, തിന്മയുടെ സംസർഗവും കൂടിയാണ്. ഒരുപക്ഷെ തിന്മ അല്ലെങ്കിൽ പോലും ആ തിന്മയുടെ അവഹേളനത്തിന്റെയും അതിന്റെ ആക്ഷേപത്തിന്റെയും ശിക്ഷയുടെയും ഒക്കെ ഒരു പങ്കാളിത്തം അതിനകത്ത് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആദവും ഹവ്വായും പാപം ചെയ്താലും ആ മനുഷ്യവംശത്തിലെ എല്ലാവർക്കും അതിനകത്തൊരു തരം പങ്കാളിത്തമുണ്ട്. ഇനി ആദത്തിനും ഹവ്വായ്ക്കും മാത്രമല്ല, നമ്മളൊരാൾ ചെയ്താലും അതിനകത്ത് എല്ലാ മനുഷ്യർക്കും പങ്കാളിത്തമുണ്ട്. ഇതിനകത്ത് വ്യത്യാസം ആദ്യ മാതാപിതാക്കൾ എന്നുള്ള ബിഗിനേഴ്സ് എന്ന തരത്തിലുള്ള പ്രാധാന്യം ഇതിനെ കൂടുതൽ ഗൗരവമുള്ളതാക്കും എന്ന് മാത്രമാണ്. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സമൂഹത്തിലാന്ന് വിചാരിച്ചു, ഒരു സഭയിൽ ഒരു അച്ഛനൊരു കുഴപ്പമുണ്ടായി. നമ്മളെല്ലാവരെയും വേദനിപ്പിക്കും. മാത്രമല്ല, എല്ലാവരും മുഴുവൻ വൈദികരെയും കളിയാക്കാൻ ഇടവരും. എല്ലാവരും അച്ഛന്മാരൊക്കെ, ഒരാളെന്നല്ല പറയുക, അച്ഛന്മാരൊക്കെ എന്നാണ് പെട്ടെന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്ത്യാനികളൊക്കെ എന്നേ പറയുള്ളൂ. ഏതെങ്കിലും ഒന്നോ രണ്ടോ കുറച്ചു പേര് ചെയ്താൽ പോലും എല്ലാവരും ഒരുമിച്ച് അതിന്റെ ആക്ഷേപം വഹിക്കേണ്ടി വരും. ആ അർത്ഥത്തിൽ ഈ ആദത്തിന്റെയും ഹവ്വായുടെയും പാപത്തിന് നമുക്കും പങ്കാളിത്തമുണ്ട്. കാരണം നമ്മളും ആദത്തിന്റെയും ഹവ്വായുടെയും മക്കളാണ്. നമ്മളും ദൈവം സൃഷ്ടിച്ച സന്തതി പരമ്പരയിൽപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ സന്തതി പരമ്പരയുടെ പാരമ്പര്യം അതിന്റെ നന്മയോടൊപ്പം അതിന്റെ കുറവിനെയും സൂചിപ്പിക്കുക തന്നെ ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് പാപത്തിന്റെ പങ്കാളിത്തത്തെ കുറിച്ചാണ്. നമ്മൾ അതിനകത്ത് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു. അവൾ അത് പറിച്ചു തിന്നു, അവൾ ഭർത്താവിനും കൊടുത്തു. പാപം ചെയ്യുന്ന ഒരാൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അതിന്റെ പങ്കാളിത്തം മറ്റുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു രാജ്യത്തെക്കുറിച്ച് കേട്ടത്. ഒട്ടും സേഫ് അല്ലാത്ത ഒരു രാജ്യത്തിന്റെ പേര് പറയുന്നില്ല. ഒട്ടും സേഫ് അല്ലാത്ത ഒരു രാജ്യം. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുൾ കൊള്ളയടിക്കലാണ്. കിട്ടുന്നവർന്നൊക്കെ കൊള്ളയടിക്കും. എന്താണ് അവിടുത്തെ പ്രശ്നം? ഒരാൾ കൊള്ളയടിച്ച് കഴിയുമ്പോഴത്തേനും അത് മറ്റൊരു അനേകർക്ക് ഒരു പ്രേരണയാണ്. കൊള്ളയടിക്കാം, കൊള്ളാലോ. ഇനി നഷ്ടപ്പെട്ടവൻ എന്ത് ചെയ്യും? അവൻ പിന്നെ വേറെ മാർഗം, അവന് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, എല്ലാവരും കക്കുക, അപ്പൊ ഞാനും പോയി കക്കുന്നു. ഇങ്ങനെ തിന്മ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പലരും ചെയ്യാൻ തുടങ്ങും. അനുസരണക്കേടെന്നുള്ള പാപത്തിന്റെ പ്രത്യേകത ഓർത്ത് നോക്കിയേ. ഒരാൾ ആരംഭിച്ചാൽ മതി, എല്ലായിടത്തേക്കും പടരും. അത് എല്ലായിടത്തേക്കും പടരും. 10 മക്കളുണ്ടെന്ന് വിചാരിച്ചോ, ഒരുത്തൻ അനുസരണക്കേട് കാണിക്കുകയാണ്, ഉറപ്പായിട്ടും ബാക്കിയുള്ള പിള്ളേരും അത് അനുകരിക്കാൻ തുടങ്ങും. എന്നാൽ നന്മ ചെയ്ത് അനുകരിക്കുകയില്ല. നന്മ ചെയ്താൽ അത് ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ എന്ന് പറയും. ഒരാൾ അനുസരണക്കേട് കാണിച്ചാൽ ബാക്കി എല്ലാവർക്കും അത് ലൈസൻസ് ആണ്. ഒരാൾ വരി തെറ്റിച്ചു എന്ന് വിചാരിച്ചു, ക്യൂ നിൽക്കുക, ഒരാൾ വരി തെറ്റിച്ചു, എല്ലാവരും ഓടിപ്പോയി വരി തെറ്റി. ഒരുത്തം വരി നിൽക്കുന്നത് കണ്ടിട്ട് എല്ലാവരും വരി നിൽക്കണമെന്നുണ്ടോ? നിർബന്ധമില്ല. ഒരാൾ വരി തെറ്റിച്ചാൽ എല്ലാവർക്കും സന്തോഷമാണ് വരി തെറ്റിക്കാൻ. ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന നമ്മൾ കുറിച്ച് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ്. ഒരാൾ തുടങ്ങിയാൽ മതി തിന്മ, എല്ലാവരും ഓടി വന്ന് കുറിച്ച് ചെയ്യും. അനുസരണക്കേടെന്ന് പറയുന്നത് അതുപോലത്തെ ഗൗരവമുള്ള തിന്മയാണ്. ഇന്ന് പോലും നമ്മൾ നോക്കിയോളൂ, ഏതെങ്കിലും ഒരാൾ അനുസരണക്കേട് ആരംഭിച്ചാൽ അത് അനേകരിലേക്ക് പകർന്നുകൊണ്ടിരിക്കും.
അനേകരിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും അനുസരണക്കേട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മുടെ തിരുസഭയിൽ പോലുമുള്ള ഒരു അപകടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഒന്നോ രണ്ടോ ഏതാനും ആളുകളിൽ നിന്ന് ആരംഭിക്കുന്ന അനുസരണക്കേടാണ് സകലിലേക്കും എന്ന് വെച്ചാൽ കുഴപ്പമില്ല, സഭയുടെ നിർദ്ദേശമല്ലേ, അതനുസരിച്ചേക്കാം എന്ന് കരുതിയിരുന്ന ആളുകൾ പോലും മെല്ലെ 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 അനുസരണക്കേടിനെ ഒരു വികാരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചത്? അതിന്റെ എത്രയോ ശക്തിയിൽ ബാക്കി ആളുകളൊക്കെ അനുസരിക്കാൻ വിധേയപ്പെടാൻ, ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും അനുസരിക്കാൻ സന്നദ്ധരായിരിക്കെ എന്തുകൊണ്ടാണ് ആളുകൾ അനുസരണക്കേട് ഇതുപോലെ പടർന്നു പിടിക്കുന്നത്? കാരണം തിന്മയ്ക്ക് എപ്പോഴും ഒരു പങ്കാളിത്ത സ്വഭാവം കൂടെയുണ്ട്. തിന്മ ചെയ്യുന്നവർ എപ്പോഴും അറിഞ്ഞും അറിയാതെയും നേരിട്ടും നേരിട്ടല്ലാതെയും അതിനെ പങ്കുവയ്ക്കും. അപ്പൊ അത് ആളുകളിലേക്ക് പടരുകയും ചെയ്യും. അങ്ങനെയാണ് ഈ തിന്മ ഇതുപോലെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് പാപം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആളുകളിലേക്ക് പടരും എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് നേരിട്ടോ നേരിട്ടല്ലാതെയോ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല അല്ലെ, ഇവർക്കൊക്കെ ഇങ്ങനെയെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? പലപ്പോഴും നമ്മൾ തന്നെ അടുത്ത കാലങ്ങളിലൊക്കെ ശ്രദ്ധിച്ചു വരിക, ഞങ്ങൾ വൈദികരൊക്കെ ഒത്തിരി വേദനയോട് കൂടെ സംസാരിക്കാറൊക്കെ ഉള്ള ഒരു വിഷയമാണ്. അടുത്ത കാലത്ത് ഈ തിരുസഭയിൽ തന്നെ വളരെ എന്താ പറയാ പൗരോഹിത്യത്തിന്റെ മഹത്വത്തിനും അതിന്റെ ചിതമായ രീതികൾക്കും ചേരാത്ത പ്രവൃത്തികൾ ചിലര് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയാമോ? എല്ലാ വൈദികരെയും എന്തും പറയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് കുറെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. വളരെ പച്ചയ്ക്ക് എന്ത് ചീത്ത പറയാനോ ഏത് തരത്തിൽ അവതരിപ്പിക്കാനോ പണ്ടത്തെ ആദരവും ബഹുമാനവും ഒന്നും അതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, പറയണം ആടാണ് നമ്മൾ പറയും എന്ന മട്ടിൽ പറയാനോ ആളുകൾ പെട്ടെന്ന് തുടങ്ങി. എന്താ സംഭവിച്ചത്? ഒരു തിന്മ അനേകർക്ക് തിന്മ ചെയ്യാനുള്ള ലൈസൻസാണ്. ആ തിന്മയാണെന്ന് ഗ്രഹിക്കുകയല്ല ചെയ്യുക, പകരം തിന്മ ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് മാറും, തിന്മയാനുള്ള ലൈസൻസായി മാറും. എന്നതുപോലെ പാപത്തിന് എപ്പോഴും ഒരു പങ്കാളിത്തത്തിലേക്കുള്ള യാത്രയുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും പാപം ആരംഭിക്കുമ്പോൾ തന്നെ നിർത്തണമെന്ന് പറയുന്നത്. ആരംഭിക്കുമ്പോൾ തന്നെ നിർത്തണം. ഒരു അകൃത്യം ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിച്ചാൽ അപ്പം തന്നെ നിർത്തണം. അത് പടർന്ന് വലുതായിട്ടല്ല തടയാനുള്ള മാർഗങ്ങൾ നോക്കി പോകേണ്ടത്, അത് അപ്പം തന്നെ അവസാനിപ്പിക്കണം. അനുസരണക്കേടാന്ന് വിചാരിച്ചോ, ഒരു സ്ഥലത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ തന്നെ അത് അവസാനിപ്പിക്കണം. ഒന്നുകിൽ മാനസാന്തരപ്പെട്ട് സ്വയം അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ടവർ അത് അവസാനിപ്പിക്കണം. ഇല്ലെങ്കിൽ അത് പടർന്ന് ക്യാൻസർ ഒരു സെല്ലിൽ ആരംഭിക്കുകയുള്ളൂ. എത്രയും വേഗത്തിൽ തിരിച്ചറിയുന്നോ അപ്പൊ തന്നെ ആ ഭാഗം തന്നെ മുറിച്ചു മാറ്റിയാലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അത് പടരാതിരിക്കാൻ അത് സഹായിക്കും. എന്ന് വെച്ചാൽ അത് വിലയില്ലാത്തത് കൊണ്ടല്ല, ആ ഭാഗത്തെ ഓപ്പറേറ്റ് ചെയ്ത് പെട്ടെന്ന് റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്തില്ലെങ്കിലോ വളരെ പെട്ടെന്ന് അത് എല്ലാ നല്ല കോശങ്ങളിലേക്കും അത് പടരും എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് ഏതൊരു പാപം ആയിക്കോട്ടെ, ഇപ്പം മദ്യപിക്കുന്ന ഒരു ശീലം ചെറുതായി ഒരു സ്കൂളിൽ കണ്ടു തുടങ്ങിയെന്ന് വിചാരിച്ചോ, അതിനെ ഏത് വിധനെ അറ്റാക്ക് ചെയ്യണം, അല്ലാണ്ട് ഒരാളല്ലേ ഉള്ളൂ, രണ്ടുപേരിലേ ഉള്ളൂ, നാലല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വല്ലാതെ പടർന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ അപകടം. അപ്പൊ അതുകൊണ്ട് പാപം എപ്പോഴും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന അനേകർക്ക്, ചെയ്യാത്തവർക്ക് പോലും ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇപ്പം കുടുംബത്തിന്റെ ബന്ധത്തിന്റെ പൗത്രതയ്ക്കെതിരായ പ്രവൃത്തികളൊക്കെ ഇതൊക്കെ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്ന് കരുതുന്ന തരത്തിലുള്ള ചലച്ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ യുവജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ കല്യാണം വേണ്ടാന്ന് വിചാരിക്കുന്നവരും ഒരുമിച്ച് ചുമ്മാ ജീവിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരും ഒക്കെ ധാരാളമുണ്ട്. കാരണം എന്താ? അങ്ങനെ ചില ആശയങ്ങൾ നല്ല ആശയങ്ങളെക്കാൾ 10 വർഷം വേദപാഠം പഠിച്ച ഒരു കുട്ടിയെ അത്രയും നാൾ പഠിപ്പിച്ച പോസിറ്റീവ് കാര്യങ്ങൾ എന്നതിനേക്കാൾ തിന്മയുടെ ചെറിയ ഡയലോഗുകൾ പെട്ടെന്ന് ആകർഷിക്കും. അങ്ങനത്തെ കാര്യങ്ങളുമായി ഡയലോഗിന് പോകും. അതുകൊണ്ടാണ് നമ്മൾ തിന്മയെക്കുറിച്ച് കൃത്യമായി പറയണമെന്ന് പറയുന്നതും അതിനെ ആവർത്തിച്ച് പഠിപ്പിക്കുമെന്ന് പറയും. ഉദാഹരണത്തിന് ഈ സ്വവർഗാനുരാഗം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള ചെറിയ ചർച്ചകൾ പോലും സമയത്ത് അവസാനിപ്പിക്കണം. നമ്മുടെ ഒരു കോളേജിലോ നമ്മുടെ സ്കൂളുകളിലോ ഒക്കെ നമ്മുടെ പോലും കത്തോലിക്ക സ്ഥാപനങ്ങൾക്കകത്ത് പോലും അത്തരം സംഭാഷണങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ നിർത്തണം. അതൊരു തരത്തിലും സാഹിത്യ മേഖലയിലൊക്കെ എഴുതപ്പെടാനോ ചർച്ച ചെയ്യപ്പെടാനോ സംസാരിപ്പിക്കപ്പെടാനോ ഒന്നും അനുവദിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് അതുവരെ കൊടുത്തിട്ടുള്ള സകല ധാർമ്മിക പ്രബോധനങ്ങളുടെയും മുകളിൽ ശക്തി പ്രാപിക്കും, വളരെ പെട്ടെന്ന് ശക്തി പ്രാപിക്കും. അതുകൊണ്ടൊക്കെയാണ് നമ്മളെപ്പോഴും പലപ്പോഴും വളരെ പെട്ടെന്ന് ചെറിയൊരു സാഹചര്യത്തിൽ പോലും ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർ ഈ സ്വർഗാനുരാഗത്തെ അനുകൂലിച്ചുകൊണ്ട് 2 വാക്കേ പറഞ്ഞുള്ളൂ എങ്കിൽ പോലും നമ്മൾ ചാടി അതിനകത്ത് ഇടപെടുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. എന്തെല്ലാം കാര്യം പറഞ്ഞു, നല്ല കുറെ പറഞ്ഞില്ലേ, അതിനകത്ത് അതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാം അവര്. പക്ഷേ ചെറുതാണെങ്കിൽ പോലും അതിന്റെ വേര് പെട്ടെന്ന് ആഴ്ന്നിറങ്ങും. അതാണ് ഈ മനുഷ്യന്റെ പതനത്തെ തുടർന്ന് നമ്മൾ കാണുന്നത്. അടുത്ത തലമുറയിലേക്ക് നോക്കുക. ആദത്തിന്റെയും ഹവ്വായുടെയും മക്കൾ കയനും ആബേലും. എന്തുണ്ടായി? ആദവും ഹവ്വായും ഒരു തെറ്റ് ചെയ്തെങ്കിൽ
കായൻ ചെയ്യുന്നത് അതിനേക്കാളും വലിയ തെറ്റാണ്. കൊലപാതകം എന്ന പാപത്തിലേക്കാണ് അവരുടെ സന്തതി പോകുന്നത്. ആലോചിച്ച് നോക്കുക. ഇനി കായന്റെ സന്തതിക്ക് എന്താ സംഭവിക്കുന്നത്? കായന്റെ സന്തതിക്ക് എന്ത് പറ്റുന്നു എന്ന് കായന്റെ സന്താന പരമ്പരയെക്കുറിച്ച് 4-ാം അധ്യായത്തിൽ 17 മുതലുള്ള ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് കായന്റെ സന്തതി പരമ്പരയാണ്. ഭാര്യയുമായി ചേർന്നു, അവൾ ഗർഭം ധരിച്ച് ഹെനോക്കിനെ പ്രസവിച്ചു, അങ്ങനെ അങ്ങനെ നഗരം പണിതു, അതിന് പുത്രനായ ഹെനോക്കിന്റെ പേര് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയിട്ട് അത് അവസാനിക്കുന്ന അതിന്റെ 24-ാമത്തെ ഇരുവചനം ഇങ്ങനെയാണ്. ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദായെ സില്ലായെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ, ലാമക്കിന്റെ ഭാര്യമാരെ എനിക്ക് ചെവി തരുവിൻ. എന്നെ മുറിപ്പെടുത്തി ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെ ഞാൻ കൊന്നുകളഞ്ഞു. കായന്റെ പ്രതികാരം 7 ഇരട്ടിയെങ്കിൽ ലാമക്കിൻ്റെത് 77 ഇരട്ടിയായിരിക്കും. കായന്റെ പ്രതികാരമേ, കായൻ അതിന്റെ പ്രതികാരമാണോ ചെയ്തത്? കായൻ ചെയ്തത് പാവമാണ് അല്ലെ? ആബേൽ വല്ലതും ചെയ്തിട്ട് പ്രതികാരം ചെയ്തതാണ്, പ്രതികരിച്ച ഒന്നുമല്ല. പക്ഷേ ഈ പാപം ചെയ്ത കായന്റെ മക്കൾ പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ ഒരു പാപം എങ്കിൽ ഞാൻ 77 ഇരട്ടി ആയിരിക്കും ഞാൻ ചെയ്തു. എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും അടിച്ച ചെറുപ്പക്കാരൻ ഞാൻ കൊന്നേ കളഞ്ഞു. നോക്കുക, പാപം തലമുറകളിലൂടെ കടന്നു പോകുമ്പം അത് പരിഹരിക്കാത്തത് കൊണ്ട് അത് വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നത് നമ്മൾ കാണും. ഇനി അതേസമയം മറുവശത്ത് പിന്നെ വേറെ ഭാഗം നമ്മൾ കാണുന്നു. 25-ാം വചനം ഇങ്ങനെയാണ്. ആദം വീണ്ടും തന്റെ ഭാര്യയോട് ചേർന്നു, അവളൊരു പുത്രനെ പ്രസവിച്ചു. അപ്പൊ ആദോ ഹവ്വായും ആബേലും കായനും മാത്രമല്ല മക്കളുള്ളത്, വീണ്ടും ഉണ്ട്. അതിന്റെ ഒരു സേത്ത് എന്നാണ്. സേത്ത് ഒരു മകന്റെ കൂടെ കാര്യം പറയണു, വേറെയുണ്ട്. സേത്ത് അതിന് പേരിട്ടു. കാരണം കായൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് എന്ന് അവൾ പറഞ്ഞു. അപ്പോ ചെയ്യപ്പെട്ട ആബേലിന് പകരക്കാരൻ എന്നതുപോലെയാണ് സേത്തിനെ പരിഗണിക്കുന്നത്. സേത്തിന്റെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം വളരെ രസകരമാണ്. ഓപ്പോസിറ്റ് ആണ്. 26-ാം തിരുവചനം. സേത്തിനും ഒരു പുത്രൻ ജനിച്ചു, സേത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. നോക്കണം. സേത്തിനും ഒരു പുത്രൻ, ഈ കായന് മക്കൾ ജനിച്ചു. അവനെന്ത് പറഞ്ഞു അവസാനം? അതിന്റെ തലമുറ വന്നിട്ട് പറയുകയാണ്, ആ കായന്റെ പ്രതികാരം 7 ഇരട്ടിയാണെങ്കിൽ എന്റേത് 77 ഇരട്ടിയായിരിക്കും, ഞാൻ കൊന്നു കളഞ്ഞു എന്നൊക്കെ പറയാണ്. എന്നാൽ മറുവശത്ത് സേത്തിന് മക്കൾ ജനിച്ചു, സേത്ത് അവനെ ഏനോഷ് എന്ന് വിളിച്ചു. അക്കാലത്ത് മനുഷ്യൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. നോക്കുക, ഈ വേര് എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. പാരമ്പര്യം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. പാരമ്പര്യം എന്ന് പറയുന്നതിന് നിസ്സാരമായി കരുതരുത്. നമ്മൾ പോലും കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനിക്കുകയും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യണം. കാരണം എന്താണ്? ഒരു നല്ല കുടുംബത്തിന്റെ പാരമ്പര്യം പ്രഖ്യാപിക്കുന്നത് തലമുറകളിലൂടെ ശേഖരിച്ച സുഹൃത സമ്പന്നമായ ജീവിതത്തിന്റെ എന്താ പറയാ നിധിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഈ നല്ല വേരിൽ നിന്നാണ് ഇപ്പൊ ചിലപ്പോൾ കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്തെ എന്നതായ എന്താ നമുക്കിപ്പോ എനിക്ക് ആ ചക്കനെ ഇഷ്ടപ്പെട്ടു അതുപോലെ, പെണ്ണെ ഇഷ്ടപ്പെട്ടു അതുപോലെ, ഞങ്ങളുടെ ജീവിക്കണം എന്നൊന്നും പറയുന്നതായിട്ട് അർത്ഥമില്ലെന്ന് നമുക്കറിയാം. കാരണം എന്താണ്? കുടുംബ പശ്ചാത്തലവും പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ ബാക്കി മോശം പശ്ചാത്തലമുള്ള എല്ലാവരും തള്ളിക്കളയുക ഒന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ അതൊക്കെ സ്വാധീനിക്കും. വേരുകൾ പ്രധാനപ്പെട്ടതാണ്. മാതാപിതാക്കളാകുന്നവർ ഓർക്കണം, അവരുടെ സദ്ഗുണസമ്പന്നമായ ജീവിതം തലമുറകൾക്ക് അനുഗ്രഹമായി മാറും. അവരുടെ തിന്മകൾ അനേകർക്ക് ദുർമാതൃകയ്ക്ക് കാരണമായി തീരും. ഒരിക്കലും അവർ ചെയ്ത പാപം മറ്റു പിള്ളേർ ആവർത്തിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അഥവാ അത് അവരിലേക്ക് പോയി എന്ന് പറയുകയല്ല വേണ്ടത്. പകരം അത് ആവർത്തിക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാകും. പാപം ചെയ്തവരുടെ മക്കൾക്ക് ആ പാപമൊക്കെ ആവർത്തിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. അവരത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാനസാന്തരപ്പെടാം, അവർക്ക് വിശുദ്ധരായി മാറാം. പക്ഷേ സ്വാഭാവികമായും ഇങ്ങനൊരു കാര്യമുണ്ട്. ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ അവരുടെ മക്കളിൽ ഒരാൾ മറ്റൊരു സ്വന്തം സഹോദരനെ കൊല്ലുന്നത് നമ്മൾ കാണും. ഇനി അവരുടെ മക്കളിലേക്ക് വരുമ്പം കൊന്നവന്റെ മക്കൾ വീണ്ടും കൊലപാതകികളായി മാറുന്നത് കാണും. മറുവശത്ത് നന്മ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ഒരാളുടെ മക്കൾ കാലഘട്ടത്തിൽ മനുഷ്യൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി എന്ന് നമ്മൾ കാണും. അപ്പോൾ പാപത്തിന് തലമുറകളിലേക്കും നീളുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പങ്കാളിത്തമുണ്ട്. അതൊരു മാതൃകയുടെ പങ്കാളിത്തമാണ്. അതായത് അവരങ്ങനെ ചെയ്തല്ലോ, അപ്പം നമുക്കും ചെയ്യാമല്ലോ എന്ന് തോന്നിപ്പിക്കുന്നത് പോലത്തെ പങ്കാളിത്തമാണ്. അതുകൊണ്ടാണ് ഉത്ഭവപാപത്തെ നീക്കിക്കളയണമെന്ന് ദൈവം ആഗ്രഹിച്ചത്, പരിശുദ്ധ മാമോസ സ്ഥാപിച്ചത്. പരിശുദ്ധ മാമോസിലൂടെ സ്ഥാപിക്കുന്നത് ഇതാണ്. ഈ പാപത്തിന്റെ പങ്കാളിത്തത്തെ ദൈവം വിച്ഛേദിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, മാമോസിലൂടെ അത് വിച്ഛേദിച്ചു കഴിഞ്ഞാൽ തന്നെയും അവന് വേണ്ടെങ്കിൽ വീണ്ടും ചെയ്യാം. കാരണം എന്താ? ഇത് ഈ ഉത്ഭവപാപത്തിന്റെ കെടുതി അവന് എടുത്തു കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവന് സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞിട്ടില്ല. എന്താണ് എടുത്തു മാറ്റിയത്? ആദത്തിന്റെ പാപത്തിന്റെ തുടർച്ചയായ മകൻ എന്ന സ്ഥാനം
ആ ഒരു അവസ്ഥ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിന്റെ പുത്രൻ എന്ന പുതിയ അവസ്ഥ നൽകി. ശരിക്കും ശ്രദ്ധിക്കണം, ഉത്ഭവഭാവം നീക്കിക്കളയുമ്പം മനുഷ്യന് പാപം ചെയ്യാനുള്ള സകല സാധ്യത നീക്കിക്കളയുമല്ല, അവനിൽ തലമുറയിലൂടെ കൈമാറി വന്ന് അവന്റെ തലയിൽ അടിഞ്ഞേക്കുന്ന ഒരു പാപത്തെ എടുത്തു കളയുകയല്ല. പകരം അവിടെ ചെയ്യുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. പാപം ചെയ്തതുവഴി അവൻ പാപത്തിന്റെ സന്തതിയായി പോയിരുന്നു. ആ പാപത്തിന്റെ സന്തതി എന്നുള്ള അവസ്ഥ, ആ ടൈറ്റിൽ, അതെടുത്തു കളഞ്ഞിട്ട് ദൈവത്തിന്റെ മകൻ എന്ന ദത്തുപുത്ര സ്ഥാനം അവന് കൊടുക്കുക. പിന്നെ അവൻ പുത്രനാണ്. അതാണ് ഉത്ഭവപാപത്തിന്റെ നീക്കം ചെയ്യലിലൂടെ പരിശുദ്ധ മാമോദിസയിലൂടെ നടക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പലരും വിചാരിക്കുന്ന പോലെ പാപം ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റി എടുത്ത് വള്ളക്കളയോ ഒന്നുമല്ല. അതൊന്നുമല്ല. പകരം എന്താണ്? ദൈവത്തിന്റെ മകനാക്കി വീണ്ടും ഉയർത്തുന്നു. ആ മകനും ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോവാ. പക്ഷേ കിട്ടിയത് വലിയ കാര്യമാണ്. അത് സൂക്ഷിക്കുന്നവൻ അതെന്നും വിലയുള്ളതാണ്, എന്നും വലിയ നന്മയാണ് എന്നതാണ് ഈ മാമോദിസയുടെ പ്രത്യേകത. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഉത്ഭവഭാവം എന്ന് പറഞ്ഞാൽ അനുസരണക്കേടാണ്. അപ്പൊ അനുസരണക്കേടാണ് ഉത്ഭവഭാവമെങ്കിൽ മാമോദിസ എന്താണ്? മാമോദിസ അനുസരണമാണ്. ഇനി ഈ അനുസരണമാകുന്ന മാമോദിസ എന്താണ്? നമ്മൾ മുമ്പത്തെ മാമോദിസയുടെ ക്ലാസ്സിലേക്ക് ഒന്ന് പോകുന്നത് നല്ലതാണ്. ആദ്യത്തെ എപ്പിസോഡുകളിൽ നമ്മൾ മാമോദിസ എന്ന വിഷയത്തെക്കുറിച്ച് മാത്രം ഒരു ക്ലാസ് മുഴുവൻ സംസാരിച്ചു. അത് കൂടിയാലാണ് ഈ പറഞ്ഞ വിഷയം മനസ്സിലാവുകയേ ചെയ്യുള്ളൂ. മാമോദിസ എന്താണ്? റോമാലേഖനം 6:3 തൊട്ട് നമ്മൾ വായിക്കും. മിശിഹായോട് ഐക്യപ്പെടാൻ മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും മിശിഹായോട് ഒന്നായി തീരാൻ വേണ്ടിയിട്ട്, സാത്താനോട് ഒന്നായി പോയതിൽ നിന്ന് പിന്തിരിഞ്ഞ് മിശിഹായോട് ഒന്നായി തീരാൻ വേണ്ടിയാണ് മാമോദിസ സ്വീകരിച്ചത്. നമ്മുടെ സമയം കഴിഞ്ഞു അല്ലെ? സ്വീകരിച്ചത്. അങ്ങനെയുള്ള നാം അവനോടൊത്ത് മരിച്ച് അടക്കപ്പെട്ട് സംസ്കരിക്കപ്പെട്ട് ഉദ്ധാനം ചെയ്യപ്പെട്ടു. മിശിഹായോടുകൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിനെയാണ് മാമോദിസ എന്ന് വിളിക്കുന്നത്. ഈശോയുടെ മാമോദിസത്തിൽ എന്തായിരുന്നു? അവിടുത്തെ അനുസരണത്തിന്റെ പ്രവൃത്തിയായിരുന്നു. അവിടുന്ന് ബെത്സമയിൽ വെച്ച് പറഞ്ഞു, എന്റെ ഹിതമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് ഏറ്റുപറഞ്ഞു. അതായത് അവിടുന്ന് അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. നമ്മൾ അതിന്റെ ഫിലിപ്പി ലേഖനത്തിലും ഗലാത്തിയ ലേഖനത്തിലും ഹെബ്രായ ലേഖനത്തിലും ഒക്കെയുള്ള പരാമർശങ്ങളൊക്കെ ആ ക്ലാസ്സുകളിൽ, അനുസരണത്തെക്കുറിച്ച് ക്ലാസ്സുകളിൽ പറയുന്നുണ്ട്. അവിടുന്ന് കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി എന്നാണ്. അവൻ അനുസരണം അഭ്യസിച്ചു എന്ന് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കും. അപ്പോൾ അനുസരണം വഴിയാണ് അവിടെ നമ്മളെ വീണ്ടെടുക്കുന്നത്. അനുസരണക്കേട് വഴി നിബന്ധിച്ച മനുഷ്യനെ അനുസരണത്തിലൂടെ അവിടുന്ന് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉത്ഭവഭാവം അനുസരണക്കേടാണ്. ഉത്ഭവഭാവത്തിനെ നീക്കിക്കളയൽ മിശിഹായുടെ അനുസരണത്തിന്റെ ദാനമാണ്. മിശിഹായുടെ അനുസരണത്തിന്റെ പ്രവൃത്തിയാണ് പീഡാസഹന, കുരിശുമരണ, ഉത്ഥാനം. അതിലുള്ള പങ്കുചേർക്കലാണ് പരിശുദ്ധ മാമോദിസ. അങ്ങനെയാണ് അവിടെ നമ്മെ വീണ്ടെടുക്കുന്നത്. ഈ വിഷയം നമ്മൾ ചെറുതായിട്ട് പറഞ്ഞങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ അതിനെക്കുറിച്ച് പറയാം. നമ്മളിപ്പോൾ തൽക്കാലം മനുഷ്യന്റെ പതനത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. തുടർന്ന് എന്താണ് സംഭവിക്കുന്നത്, അവൻ എന്ത് ശിക്ഷയാണ് വരാനിരിക്കുന്നത്, ആ ശിക്ഷയുടെ അർത്ഥം എന്താണ്, അവൻ അധ്വാനിക്കുന്നു പറയുന്ന അപ്പോൾ ഉണ്ടായ ഒരു ശിക്ഷയാണോ, അവൾക്ക് പ്രസവവേദന ഉണ്ടാകുന്നു പറയുന്നത് അപ്പോൾ ഉണ്ടായ ശിക്ഷയാണോ, അതുപോലെ ഈ ഹവ്വായെന്ന് ആദം അപ്പോഴാണ് ഹവ്വായെന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് ഹവ്വായെന്ന് നേരത്തെ വിളിച്ചില്ല? ശ്രദ്ധിക്കണം. ഈ ദൈവം ആദത്തിന് ഹവ്വായെ കൊടുത്തപ്പോൾ അവൻ അവളെ ഹവ്വായെന്ന് വിളിക്കുന്നില്ല. പാപത്തിനും അധപതനത്തിനും ശേഷമാണ് അവളെ ഹവ്വായെന്ന് വിളിക്കുന്നത്. അതെന്താ ഇങ്ങനെ തുടങ്ങുന്നത്? ഇനി അതിനുശേഷം 21-ാം തിരുവചനത്തിൽ ദൈവം ഉടയാട ഉണ്ടാക്കി ആദത്തെയും അവന്റെ ഭാര്യയെയും ധരിപ്പിച്ചു. ആദ്യം അവർ അത്തിയില് കൂട്ടിച്ചു. അപ്പം അതിനെ ഒന്നുകൂടെ അസപ്റ്റ് ചെയ്തുകൊണ്ട് ദൈവം അവരെ ഈ ഉടയാട ഉണ്ടാക്കി ധരിപ്പിക്കുവാണോ? അതുപോലെ ജീവന്റെ പക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുതെന്ന്, ഇനി അതും കൂടെ ഭക്ഷിച്ചിട്ട് അവര് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു നിന്ന് അമർത്യരാകാൻ ഇടയാകരുത് എന്ന് ദൈവം വിചാരിച്ചുകൊണ്ട് അവനെ പുറത്താക്കി. അപ്പൊ എന്താ, ദൈവം അവനെ ഭക്ഷിക്കാൻ അനുവദിക്കാതിരിക്കുവാണോ? ദൈവത്തിന് പേടിയായോ? ഇങ്ങനെ തുടങ്ങുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത്. എന്താ പറയാ, ചില സീരീസ് ഒക്കെ അവസാനിക്കാൻ നേരത്ത് ആളുകൾക്ക് ഒരു ജിജ്ഞാസ ഉണ്ടാകാൻ വേണ്ടി അടുത്ത ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ പറയില്ലേ, അതുപോലെ ഞാനിങ്ങനെ ചെറുതായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഗുഡ് ഈവനിങ് അച്ഛൻ. അച്ഛൻ ഈ ക്ലാസ്സിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, ദൈവത്തെ പോലെ ആകുമെങ്കിൽ ദൈവം എന്തിന് ആ വൃക്ഷം അവിടെ വെക്കണം? അച്ഛൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ദൈവം എല്ലാം അറിയുന്ന ഒരു ദൈവമാണ്. ദൈവം സൃഷ്ടിയുടെ മുമ്പ് തന്നെ ദൈവം എല്ലാം അറിയുന്നുണ്ട്. ഈ മനുഷ്യനെ ഇങ്ങനെ ചെയ്യുന്ന പോലും ദൈവത്തിന് മുൻകൂട്ടി അറിയാം. അപ്പൊ ഈ ദൈവം ഒരു വൃക്ഷമല്ല 2 വൃക്ഷമാണ് ഏദൻ തോട്ടത്തിൽ വെക്കുന്നത്. അപ്പൊ അച്ഛൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയതും അത് തന്നെയാണ്. നന്മ തിന്മയെ തിരിച്ചറിയുന്ന വൃക്ഷവും ജീവന്റെ വൃക്ഷവും. അപ്പോ ദൈവം അറിഞ്ഞിട്ടാണ് ഇതെല്ലാം അവിടെ വെച്ചിരിക്കുന്നത്, അതല്ലേ? ദൈവം എല്ലാം അറിയുന്നുണ്ടല്ലോ, അത് അച്ഛൻ സമ്മതിക്കുന്നുണ്ടോ? ചോദ്യം പൂർത്തീകരിച്ചോ?
അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, അപ്പോ ദൈവം എല്ലാം അറിഞ്ഞ, അപ്പൊ മനുഷ്യന് പാപം ചെയ്യാനുള്ള ആ വിവേകവും അല്ലെങ്കിൽ ആ തിരിച്ചറിവും എല്ലാം ദൈവം കൊടുത്തിട്ട് പാപം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളിപ്പം ഈ ഉൽപ്പത്തി മുതൽ അങ്ങോട്ടുള്ള എല്ലാം ചിന്തിക്കുമ്പോൾ മനുഷ്യൻ പാപം ചെയ്യുന്നു, ദൈവം അവനെ ഉപദേശിക്കുന്നു, ശിക്ഷിക്കുന്നു, പിന്നെ രക്ഷിക്കുന്നു. അപ്പൊ പാപം ചെയ്യാനുള്ള ഒരു പ്രേരണ ദൈവം ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചോട്ടെ. ഈ നമ്മുടെ ഈ എപ്പിസോഡുകൾ മുമ്പത്തെ കൂടിയിട്ടുണ്ടായിരുന്നോ? ഞാൻ കൂടിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ കൂടുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോൾ മിസ്സായി പോകും. എന്നാലും ഞാൻ ഒരു എപ്പിസോഡിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതെ, ഞാൻ ചിലപ്പോൾ മിസ്സായി കാണുമായിരിക്കും. മിസ്സായി. അപ്പം അതായത് ഞാൻ ഇന്ന് ഷോർട്ട് ആയിട്ട് പറയാം. മുൻപത്തെ എപ്പിസോഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണും. ഈ ചോദ്യം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്താ തമാശ കളിക്കുകയാണോ, മനുഷ്യനെ കളിപ്പിക്കുകയാണോ, ഇതെന്ത് പരിപാടിയാണ്? ഞാൻ ഉദാഹരണം പോലും പറഞ്ഞത് ഇങ്ങനെയാണ്. പള്ളിയിൽ അച്ഛൻ ഒരു ഉപകാരം ചെയ്തേക്കാന്ന് വിചാരിച്ചു. ആളുകൾക്ക് ഒരു ആതുര സേവനം ചെയ്യാം, ആംബുലൻസ് ഒരെണ്ണം മേടിച്ചിട്ടാ ആളുകളെ കൊണ്ടുപോകാനൊക്കെ കൊള്ളാലോ എന്നും പറഞ്ഞിട്ട് ആംബുലൻസ് വിട്ടു. ആൾക്കാരായിട്ട് വരുന്നില്ല. അപ്പം അച്ഛൻ തന്നെ പോയിട്ട്, അല്ലെങ്കിൽ ഇടവക്കാർ കൈക്കാരൊക്കെ പോയിട്ട് ഈ പള്ളിയുടെ തിണ്ണയിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു വെച്ച് ആളുകൾ ഇറങ്ങി വരുമ്പോൾ തെന്നി അടിച്ചു വീണു. അപ്പൊ നടുപിടിയുന്നവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ ഇതെന്ത് പരിപാടിയാണ്, ഇങ്ങനെയാണോ ദൈവം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചേക്കുന്നത്. ഞാൻ എന്റെ ജിസ്റ്റ് മാത്രം പറയാം. ഒന്നാമത്തെ കാര്യം, ദൈവം ഇത് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാലും തീരത്തില്ലോ, ആ ക്ലാസ്സിലേക്ക് ഒന്ന് പോകുന്നതായിരിക്കും നല്ല. ഞാൻ അതിന്റെ ഏരിയ പറയാവേ. ദൈവം ഒരിക്കലും പാപത്തെ സൃഷ്ടിച്ചില്ല. പകരം ദൈവം എന്തുകൊണ്ട് ഈ നന്മതിന്മയുടെ വൃക്ഷത്തെ വെച്ചു, അല്ലെങ്കിൽ നന്മയും തിന്മയും എന്തിനു വെച്ചു എന്ന് ചോദിച്ചതിന്റെ ഉത്തരം ക്ലാസ്സിൽ പോയാൽ വിശദമായിട്ട് കേൾക്കാം. ഞാൻ പെട്ടെന്ന് അങ്ങനെ പറയും. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന കാര്യമില്ലെങ്കിൽ മനുഷ്യനായിരിക്കില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നന്മയും തിന്മയും ഒരുമിച്ച് ഉണ്ടാകാതിരിക്കെ അവൻ നന്മ ചെയ്താൽ നന്മയ്ക്ക് വിലയുണ്ടായിരിക്കുകയില്ല, നന്മയായിരിക്കുകയില്ല എന്നാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്. ഇതെല്ലാം ഞാൻ കാരണങ്ങൾ സഹിതം വിശദീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന്, എനിക്ക് നന്മയായിട്ടല്ലാതെ ഒന്നും ഒരാൾ തോക്ക് ചൂണ്ടിക്കൊണ്ട് എന്നോട് എന്റെ പോക്കറ്റിൽ കിടന്ന പൈസ എടുത്ത് ആ ഭിക്ഷക്കാരന് കൊടുക്കുന്നു പറയുന്നു. എനിക്കൊരു മാർഗ്ഗം ഇല്ല, വെടിവെച്ചു പോലും, ഞാനത് കൊടുക്കുന്നു. അതെന്റെ നന്മയാണോ? എന്റെ നന്മയല്ല. കാരണം എനിക്ക് അത് ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ചെയ്യാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ടായിരിക്കും ഞാനത് കൊടുത്താൽ എനിക്ക് പറയാം, എന്റെ നന്മയായത് എന്ന് പറയാം. അപ്പൊ നമുക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി ദൈവം നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണ് തിന്മയുടെയും കൂടെ സാധ്യത. അതിനകത്തുനിന്ന് ചൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് നന്മയുണ്ടാകുക. അല്ലെങ്കിൽ എന്താ പറ്റുക, ഒരു മെഷീൻ മാത്രമായിരിക്കും. മെഷീൻ ഒരിക്കലും നന്മയില്ല. ഇപ്പൊ ഒരു വാച്ച്, ഈ വാച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് നമ്മളെ സമയം കാണിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല, അഥവാ അതിന് അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല. രണ്ടും കഴിയുന്ന ഒരു അവസ്ഥയിൽ മാത്രമേ അതിന് നന്മയുണ്ടാവുള്ളൂ. അപ്പൊ ദൈവം ആഗ്രഹിച്ച ഒന്നാമത്തെ കാര്യം നമുക്ക് നന്മയുണ്ടാകണമെന്നാണ്. രണ്ടാമത്, അതുവഴി നമ്മൾ അവകാശമാക്കുന്ന സ്വർഗത്തിന് നമുക്ക് അവകാശം ഉണ്ടായിരിക്കണമെന്നുമാണ്. കാരണം എന്റെ നന്മയാണെങ്കിലല്ലേ ഞാൻ പ്രവേശിക്കുന്ന സ്വർഗത്തിന് എനിക്ക് അവകാശം ഉണ്ടാവത്തുള്ളൂ. ഞാൻ വീട് പണിത് കൊടുക്കുന്നതിനെ കുറിച്ചും അതിനകത്ത് അയാൾ തന്നെ അധ്വാനിക്കുന്നതിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചും ഒക്കെ ആ എപ്പിസോഡിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ദൈവം മനുഷ്യന് പാപം ചെയ്യാനുള്ള സാധ്യത കൂടി വെച്ചതിന്റെ പുറകിൽ അവന് ചോയ്സ് ഉണ്ടാവുക എന്നും അവന് സ്വാതന്ത്ര്യം എന്ന കാര്യം ഉണ്ടാവുക എന്നും ഉള്ള ഉദ്ദേശമാണ്. ഇനി അങ്ങനെ ചെയ്യുമ്പോൾ പോലും ദൈവം അവന് ശരിയായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ഡീറ്റെയിൽസിലൂടെ നമ്മൾ അതിനകത്ത് കടന്നു പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് വീണ്ടും പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് റിപ്പീറ്റേഷൻ ആയി പോകാമല്ലോ. അതുകൊണ്ട് അതാണ് അതിന്റെ കാര്യം. അതിലോട്ടൊന്ന് പോയാൽ എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് അടുത്ത ദിവസം വീണ്ടും കൂടുതൽ കാറ്റ് വെച്ച് നമ്മൾ വീണ്ടും പറയാം. എന്റെ സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോ ദൈവം ആദ്യത്തെ ഹൗവേനെ മാത്രമാണ് ആദ്യം സൃഷ്ടിച്ചതെങ്കിൽ, അവര് രണ്ടുപേരെയാണ് ആദ്യം സൃഷ്ടിച്ചതെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള റേസസ് വരുന്നത്? അതുപോലെ തന്നെ രണ്ടാമതൊരു ചോദ്യം കൂടെ ഉള്ളത്, നമ്മുടെ ഈ നോഹയുടെ കാലത്ത് ലോകം മുഴുവനുള്ള മനുഷ്യരെ നശിപ്പിച്ചു കഴിയുമ്പോൾ, അപ്പൊ പിന്നീട് അദ്ദേഹത്തിന്റെ ഇതിൽ നിന്നാണ് ഇത് വരുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഈ റേസ് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ മനുഷ്യന്മാർ തന്നെ വ്യത്യസ്തരായിരിക്കുന്ന ബ്ലാക്ക്, വൈറ്റ് അങ്ങനെ വരുന്നതിന് അതിന് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റുമോ? രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്നൊരു തിയോളജിക്കൽ ഒപ്പീനിയൻ ആണ്, മറ്റേ സഭയുടെ പ്രബോധനം. അതായത് ഈ ആദം ഹൗവ എന്ന രണ്ട് വ്യക്തികളെ സഭ ശക്തമായി ഹോൾഡ് ചെയ്യുന്നതിന്റെ കാരണം ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്നാണ് മനുഷ്യവംശം മുഴുവനും ഉത്ഭവിച്ചത് എന്നതിനെ അസർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആദത്തിന്റെ പിന്തുണക്കാരായ ഒരു ജനവും വേറെ കുറെ ആൾക്കാരും എന്നൊരു ധ്വനിയിലല്ല, എല്ലാ മനുഷ്യരുടെയും പൂർവ്വപിതാവ് ആദവും ഹവ്വായുമാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യരായി തീർന്നവരൊക്കെ ദൈവത്തിന്റെ
സൃഷ്ടിയുടെ തലമുറകളാണ് എന്ന കാര്യം അസർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കുന്ന ആദം ഹൗവ എന്നീ രണ്ടു പേർക്ക് അവർക്ക് സിംബോളിക് വാല്യൂമുണ്ട്, ഒപ്പം അവര് പ്രതിനിധാനം ചെയ്യുന്ന ഒരു പേഴ്സണൽ വാല്യൂമുണ്ട്. അവർ തിരിച്ചാ പറയേണ്ടത്, അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു കുറെ രഹസ്യങ്ങളുടെ, കുറെ കാര്യങ്ങളുടെ ഒരു സിംബോളിക് വാല്യൂ ഉണ്ട്. രണ്ട് വ്യക്തികൾ എന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്ന ഒരു ഭാവവും കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് സഭ ഇങ്ങനെ പഠിപ്പിക്കും. ചില ഡോക്യുമെന്റുകൾക്കകത്ത് നമ്മളിങ്ങനെ കാണും, ആദോ ഹവ്വായും മാത്രമല്ല അനേകം സ്ഥലങ്ങളിൽ മനുഷ്യർ പല വിധത്തിൽ അങ്ങ് ജനിച്ചിരുന്നു എന്ന തരത്തിൽ പറയാനുള്ള ഫ്രീഡം തിയോളജിയൻസ് എടുക്കണ്ട എന്ന് സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അങ്ങനെ ആയിരിക്കെ ഞാൻ ഇതിന്റെ ഒരു തിയോളജിക്കൽ മറ്റൊരു പെർസ്പെക്റ്റീവ് പറയും. അതായത് ആദം ഹവ്വ എന്ന വാക്കുകൾ ആദമ എന്ന വാക്കിൽ നിന്നാണ്, ആദമ എന്ന് പറഞ്ഞാൽ പൊടി എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് ആദം എന്ന വാക്കുണ്ടാകുന്നത്. പൊടിയിൽ നിന്നുള്ള വൻ എന്നാണ് അതിന്റെ ആദം എന്ന് പറയുമ്പോൾ അർത്ഥം, പുരുഷ സംജ്ഞയാണ്. അപ്പൊ മലയാളത്തിൽ പൊടിയൻ എന്നൊക്കെയാണ് പറയുന്ന പോലെ പൊടിയിൽ നിന്നുള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പൊടിയിൽ നിന്നുള്ള ഏവനെയും ആദം എന്ന് വിളിക്കാം, ഏവനെയും ആദം എന്ന് വിളിക്കാം. പൊടിയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നവൻ, പുരുഷനായിരിക്കുന്നവൻ, പുരുഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഹവ്വ, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഈവ്. ബൈബിൾ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്ത്രീ എന്ന അർത്ഥമുള്ള ഹവ്വ എന്ന് അവൾ വിളിക്കപ്പെടും. സ്ത്രീ എന്ന് അർത്ഥമുള്ള ഹവ്വ എന്ന് അവൾ വിളിക്കപ്പെടും. അപ്പോൾ സ്ത്രീ എന്നാണ് അതിന്റെ അർത്ഥം, നാരി എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. നാരി, വെറുതെ വിമൻ, സ്ത്രീ എന്നാണ് അർത്ഥമുള്ളൂ. അപ്പൊ സ്ത്രീ ആയിരിക്കുന്ന അവസ്ഥയെയാണ് ഒരു പരിധിയോടെ കടന്ന് ഹവ്വ എന്ന് വിളിക്കുക. അപ്പം പുരുഷാവസ്ഥയിലും സ്ത്രീ അവസ്ഥയിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ ബേസ് മീനിങ്. അപ്പോ അതുകൊണ്ട് തന്നെ അതിനെ ലിബറലായിട്ടും കൂടെ വ്യാഖ്യാനിക്കാനുള്ള തിയോളജിക്കൽ പോസിബിലിറ്റീസ് അതിനെ തിരുസഭ പൂർണ്ണമായിട്ടും അടച്ച് കളയുന്നൊന്നുമില്ല. പക്ഷെ എറോണിയസ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസിലേക്ക് പോകാതിരിക്കാനുള്ള സൂക്ഷ്മത ഉണ്ടാകണം എന്ന് പറയുന്നതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് അതുപോലെ റേസസ് ഉണ്ടാകുന്ന എങ്ങനെയാണ്? റേസസ് ഉണ്ടാകാനായിട്ട് പല തലങ്ങളിൽ പല മനുഷ്യരെ ഉണ്ടാക്കണം എന്നുമില്ലല്ലോ. മനുഷ്യവംശം വികസിക്കുന്നതിനനുസരിച്ച് കുടിയേറുന്നത് വഴിയും നാച്ചുറൽ ആയിട്ടുള്ള രൂപമാറ്റങ്ങൾ വഴിയും അന്തരീക്ഷവും പ്രകൃതിയുമായിട്ടുള്ള ഇടപെടലുകൾ വഴിയും ഒക്കെ ജനതകൾ രൂപപ്പെടാം. ജനതകൾ രൂപപ്പെടുന്നതിന് അതൊന്നും തടസ്സമൊന്നുമല്ല. എന്തായിരുന്നാലും വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ച് മനുഷ്യന്റെ വംശങ്ങൾ എങ്ങനെയാണ് ഉത്ഭവിച്ചതെന്നും ഏതാളിൽ നിന്ന് തന്നെയാണ് ഇത് ആരംഭിച്ചതെന്നും പറയുക എന്നുള്ളത് ഉൽപ്പത്തിയുടെ ഉദ്ദേശമല്ല. ഉൽപ്പത്തിയുടെ പർപ്പസ് അതായിരുന്നെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വ്യതിചലിച്ചോ മാറ്റിയോ ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഉൽപ്പത്തിയുടെ ഉദ്ദേശം ഇവർ രണ്ടുപേരായിരുന്നോ അല്ലോ ഇനി മറ്റു രണ്ടുപേരായിരുന്നോ എന്ന് പറയലല്ല. ഇനി ഈ വർഗങ്ങളും വംശങ്ങളും ഒക്കെ ഉത്ഭവിച്ചത് ഇവരിൽ നിന്ന് തന്നെയാണോ അതോ ദൈവത്തിന് വേറെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് പറയലുമല്ല. പകരം ദൈവമാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ ഒരു സൃഷ്ടിയിൽ നിന്ന് മനുഷ്യവംശത്തിനൊരു സിംഗിൾ ഫാമിലിയായി മാറിയിട്ടുണ്ട്, ഒരു കോമൺ ഹെറിഡിറ്ററി ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു പാരമ്പര്യം മനുഷ്യവംശത്തിന് മുഴുവനും പൊതുവായി പറയാവുന്ന ഒരു പാരമ്പര്യം ഉണ്ട് എന്ന് അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ട്രൈബിന് അല്ലെങ്കിൽ ആ വർഗത്തിന്, ആ റേസിന് ആ പാരമ്പര്യം ഇരിക്കട്ടെ, ഞങ്ങൾക്ക് ഈ പറയും, ഞങ്ങൾ ആദ്യ ഹവ്വയുടെ മക്കളാണ്, അത് വേറെ ആരുടെ മക്കളാണ്. അങ്ങനെ ഒരു വേർതിരിവ് മനുഷ്യവംശത്തിനിടയ്ക്ക് വരരുത് എന്ന ധ്വനിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ആദം ഹവ്വ എന്ന കാര്യത്തിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യവംശത്തിന്റെ ചരിത്രത്തിനകത്ത് ഈ ആദം ഹവ്വ എന്ന് പറയുന്ന കാര്യത്തെ പോലും നമുക്ക് വളരെ ലിറ്ററലായിട്ട് മനുഷ്യോൽപ്പത്തിയുടെ ആദ്യ എന്ന് പറഞ്ഞാൽ ബില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ക് ഹ്യൂമൻ കൈൻഡ് ഉണ്ടാകുന്നതിന് മുമ്പുള്ള രണ്ട് മനുഷ്യരെ കുറിച്ച് പറയുന്നു എന്നുമല്ല. പകരം മനുഷ്യോൽപ്പത്തിയുടെ തിയോളജിക്കൽ നരേഷൻ ആണത്. സഭ എന്നും അംഗീകരിക്കുന്ന ഒരു കാര്യമാണത്. മനുഷ്യവംശത്തിന്റെ വളർച്ചയുടെ ദൈവശാസ്ത്രപരമായ ആഖ്യാനമാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളും പേരുകൾക്കും ഒക്കെ പ്രതീകാത്മക അർത്ഥം കൂടി നിശ്ചയമായിട്ടും ഉണ്ട് എന്നാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഉൽപ്പത്തിയിൽ പറയുന്ന കഥാപാത്രങ്ങൾ ഉദ്ദേശിച്ചത് അവർ കെട്ടുകഥാപാത്രങ്ങൾ എന്നല്ല, അതിലെ വ്യക്തികൾ, ക്യാരക്ടേഴ്സ്, അവര് ജീനിയോളജിക്കലി കൃത്യമായ തുടർച്ചക്കാരുമല്ല. അതൊന്നും വിശുദ്ധഗ്രന്ഥത്തിന്റെ ഉദ്ദേശമേ അല്ല. ഇപ്പൊ ഉദാഹരണത്തിന് മിശിഹായുടെ വംശാവലി പറയുമ്പം 14 3 ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കാരെ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ചിലരെ എടുത്തു പറയുന്ന, പ്രസക്തരായ ചിലരെ എടുത്തു പറയുന്ന എന്നതുപോലെ ഉൽപ്പത്തിയുടെ ആദ്യത്തെ അധ്യായങ്ങൾക്കകത്ത് ജനിച്ച മുഴുവൻ മനുഷ്യരെ കുറിച്ചും പറയുകയല്ല, ചിലരെ കുറിച്ച് മാത്രം പറയാണ്, ചിലരെ കുറിച്ച് മാത്രം. അപ്പൊ അതുകൊണ്ട് ഇന്നയാളുടെ സന്തതി എന്ന് പറഞ്ഞ ആളുടെ നേർ സന്തതി ഒന്നും അല്ല അർത്ഥം.
അത് ഒരുപക്ഷെ ആളുടെ വംശത്തിലുള്ളയാളെന്നോ ഏത് തരത്തിലുള്ള അർത്ഥവുമാകും. ഇനി ഈ നോഹയുടെ കാര്യം പറയുമ്പോഴേക്കും മനുഷ്യവംശമൊക്കെ ധാരാളമായി വികസിച്ച് കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത് പറയുന്നത്. ഇനി നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള പരാമർശം ഞാൻ നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരവും. ഞാൻ എൻ്റെ ഒരു സമ്മറി മാത്രം ജസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അത് വായിച്ചു വരാൻ പറ്റുവാണെങ്കിൽ അന്നേരം വീണ്ടും പറയാം. നോഹയുടെ പെട്ടകം എന്ന് പറഞ്ഞാൽ ലിറ്ററലായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല. അതിന്റെ ചരിത്രപരത ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിലൊക്കെ. ഈ പഴയ നിയമത്തെ മനസ്സിലാക്കുന്നതിനെ കുറിച്ചൊക്കെ പൊതുവിൽ പറഞ്ഞ സമയങ്ങളിൽ മുൻ എപ്പിസോഡിലേക്ക് ഒന്ന് പോകണേ. അതിനകത്ത് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് നോഹയുടെ പെട്ടകം, അതിന്റെ മീനിങ്, അതിന്റെ തിയോളജിക്കൽ മീനിങ് എന്താണ്, വരാനിരിക്കുന്ന മാമോദിസയെ സൂചിപ്പിക്കുന്ന കാര്യമാണത് എന്നും അതിന്റെ ഹിസ്റ്ററി എന്താണ്, ആ ഭാഗമാണ് നോക്കേണ്ടത്. ചരിത്രാത്മക ആഖ്യാനം, ചരിത്രാത്മക ദൈവശാസ്ത്ര ആഖ്യാനം, ഹിസ്റ്റോറിക്കോ തെയോളജിക്കൽ നരേഷൻ ആണ് ഇത് എന്ന് പറയുന്ന ആ ക്ലാസ്സുകളിലാണ് ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അവിടെ പോയാൽ നമ്മൾ കാണും ഈ നോഹ എന്ന് പറയുന്ന ആളെക്കുറിച്ചുള്ള പരാമർശം അതിനൊരു ചെറിയ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് എതുവരെ ആയിരിക്കാമെന്ന് ചോദിച്ചാൽ നമുക്ക് ഊഹിക്കാവുന്ന ഇങ്ങനെയാണ്. ഒരു നാട്ടില് ഒരു ഗോത്രം ജീവിച്ചിരുന്നു, ഒരു ജനം ജീവിച്ചിരുന്നു. ആ ജനം അവിടുത്തെ കൃഷിയും പരിപാടിയൊക്കെ ആയിട്ട് ആളുകൾ കൂട്ടമായി താമസിക്കുമല്ലോ, ഒരു അടിവാരത്തിൽ എവിടെയെങ്കിലുമൊക്കെ. അപ്പൊ അവിടെ നിന്ന് ഈ മനുഷ്യൻ അവിടെ ദൈവത്തോട് വിധേയപ്പെടുന്ന ഒരു മനുഷ്യനും കുടുംബവും, ബാക്കിയുള്ളവരൊക്കെ സ്വാർത്ഥപരമായി സ്വന്തം നിലയ്ക്ക് അഹങ്കാരത്തോടെയൊക്കെ ജീവിക്കുന്ന കുറെ മനുഷ്യര്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവരിൽ നിന്ന് ആ ദൈവത്തോട് ബന്ധമുണ്ടായിരുന്ന മനുഷ്യൻ ഈ പാപത്തിന്റെ കാര്യങ്ങളെയൊക്കെ തിരിച്ചറിയുകയും ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുകയും ഒക്കെ ചെയ്യുകയും അവൻ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു സാധ്യതയും ഇല്ലാതിരിക്കെ കുന്നുംപുറത്ത് പോയിട്ടൊരു പെട്ടകം ഉണ്ടാക്കും. ഈ പെട്ടകം എന്ന് പറയുന്നത് എല്ലാ സ്പീഷ്യസിനും കയറ്റുന്ന വലിയ പെടകമൊന്നും അല്ലെന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് പോയി കേൾക്കണേ. അപ്പം അങ്ങനെ ആയിരിക്കുകയും എന്നിട്ട് വെള്ളപ്പൊക്കം, മഴ പെയ്യുകയും ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ഒരുങ്ങാതിരുന്ന അവരൊക്കെ മരിച്ചു പോവുകയും ഈ കുടുംബം രക്ഷപ്പെടുകയും അവരെ ആടുമാദികളോടുകൂടി രക്ഷപ്പെടുകയൊക്കെ ചെയ്ത ഒരു ചരിത്രം ഇവർ തലമുറകളിലൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അത് അവരുടെ അനുഭവമായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് അനേകം ജനതകൾക്ക് അത് അനുഭവമായി അല്ലെങ്കിൽ പാഠമായി മാറിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ എടുത്തുകൊണ്ട് ദൈവശാസ്ത്രപരമായ ആഖ്യാനം നടത്തുന്നതാണ്. അപ്പം ഭൂമി മുഴുവനും നശിപ്പിച്ച് കളയുന്നു എന്ന് പറയുന്നതൊക്കെ സിംബോളിക്കാണ്. പുതിയ നിയമ സ്ഥലത്ത് പോലും ഭൂമി എന്നതിന് ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം എത്തി എന്ന് റോമിൽ എത്തി എന്നാണ് അർത്ഥമാക്കുന്നത്. മെഡിറ്ററേനിയൻ, തേറ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. മെഡ് എന്ന് പറയുന്ന നടുവെന്നാണ്. ഭൂമിയുടെ നടുവെന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ ആയിട്ടാണ് അവർ കണക്കാക്കി. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രത്തിന്റെ അംശങ്ങളും അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് മുഴുവൻ വംശവും നശിച്ചു പോയെന്നോ അല്ലെങ്കിൽ നോഹയുടെ ചുറ്റുമായിരുന്നു ലോകം മുഴുവനുമെന്നോ ഒന്നും അതിനർത്ഥമേ ഇല്ല. വിശുദ്ധഗ്രന്ഥം അങ്ങനെ ഉദ്ദേശിക്കുന്നേ ഇല്ല. എന്ന് മാത്രമല്ല അനേകം ജനതകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ അതുവരെയുള്ള ഭാഗങ്ങൾ ധാരാളമുണ്ട്. ഇങ്ങേയറ്റം കായന്റെ മേലൊരു മുദ്ര പതിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ പോലും ഈ മുദ്രയുടെ പ്രത്യേകത എന്താണ്? മുദ്ര പതിപ്പിക്കുന്നത് എന്തിനാണ്? ആരും അവനെ കൊല്ലാതിരിക്കാൻ വേണ്ടി എന്നാണ്, ആരും അവനെ ആക്രമിക്കാതിരിക്കാൻ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കായൻ മാത്രമേ അവിടെ ഉള്ളെങ്കിൽ ഏത് ജനതയെ അവനെ ആക്രമിക്കാനിരിക്കുന്നത്? അപ്പോൾ ധാരാളം ജനതകൾ ഉണ്ട് എന്ന കാര്യം വിശുദ്ധഗ്രന്ഥത്തിന്റെ ഉൽപ്പത്തി ചരിത്രത്തിനകത്ത് പോലും പാസീവായി പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആദ്യത്തെ എപ്പിസോഡിൽ, അതായത് ദൈവോർവ്വമിന്റെ ആദ്യത്തെ എപ്പിസോഡുകൾക്കകത്ത് നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. അച്ഛൻ പാപത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞല്ലോ, അതായത് ആസ്വാദികരമാണ്, കൗതുകരമാണ്, അറിവേകാൻ കഴിയുന്നുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ എല്ലാ പാപങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി, അച്ഛന്റെ ഉദാഹരണങ്ങൾ ശ്രദ്ധിച്ചു. എനിക്ക് ഒരു സംശയമുള്ളത്, കോപം എന്ന് പറയുന്ന പാപം അതെങ്ങനെ ആസ്വാദികരും കൗതുകരും അറിവേകാൻ കഴിയുന്നതാവുന്നത്? ഒരു പക്ഷെ എനിക്ക് ഇതിന്റെ ഉത്തരം കിട്ടിയാല് ഞാൻ കോപ സ്വഭാവമുള്ള ഒരാളാണ്, അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. ലോകത്തിലെ ഒത്തിരി പേര് കോപ സ്വഭാവമുള്ള ആൾക്കാരാണ്. കോപം ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ചില വിശുദ്ധര് വരെയുണ്ട്. ഏതായിരുന്നാലും അവർ വിശുദ്ധരായത് അവരുടെ കോപത്തെ അതിജീവിച്ചത് കൊണ്ടാണ്. ഏതായിരുന്നാലും ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാൻ വലിയ പ്രാപ്തിയുള്ള ആളൊന്നുമല്ല. എന്നാൽ എൻ്റെ ഒരു ഊഹം വെച്ച് പറയാം, എല്ലാ പാപവും കോപിക്കുമ്പോൾ പോലും ഒരു മനുഷ്യൻ സത്യത്തിൽ ആസ്വദിക്കുന്നുണ്ട്. അതായത് ഒരാൾ നിങ്ങളെ ചീത്ത പറഞ്ഞെന്ന് വിചാരിച്ചു, നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ, തിരിച്ച് രണ്ടെണ്ണം പറയുമ്പോൾ ഒരു ആശ്വാസം, രണ്ടെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്, നല്ലത് കൊടുത്തു. കോപിച്ചപ്പോൾ നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത് എന്താണ്? അതിന്റെ ആസ്വാദ്യതയാണ്. കോപിക്കുന്നതിനകത്ത് ഒരു ആസ്വാദ്യതയുണ്ട്. അല്ലാണ്ട് ആര് സങ്കടപ്പെട്ടെന്നല്ല കോപിക്കുന്നത്. കോപിക്കുമ്പം ഒരു സമാധാനം, ഒരാശ്വാസം, ഒരു റിലീഫ്. അതുകൊണ്ടല്ല ചിലർ പറയുന്നത് പറയാനുള്ളത് പറഞ്ഞങ്ങ് തീർക്കണം എന്നൊക്കെ പറയണ എന്താ? അത് കഴിഞ്ഞു പോയാൽ അങ്ങ് തീർന്നു എന്നൊക്കെ ഓർത്തിട്ടാണ്. അപ്പൊ പാപത്തിന്, ഏത് പാപത്തെ എന്നതുപോലെ തന്നെ ഒന്നാമത് ഈ കോപത്തിന് ഒരു ആസ്വാദ്യതയുടെ സ്വഭാവം എന്തായാലും ഉണ്ട്. ഇനി അടുത്തത്, അതിന് കൗതുകം ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൗതുകമുണ്ട്. കൗതുകം എന്ന് പറയാൻ കാരണം ചിലതൊക്കെ പറയാം. ഒന്നാമത്തേത്,
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോപിച്ച് സംസാരിക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും രണ്ടാമത് അറിവിനെ കുറിച്ച് പറയാം. അറിവ്, ഇതൊക്കെ ചുമ്മാ ഒരു കൊള്ളാവുന്ന ആൻസർ ഒന്നും അല്ല, എന്നാലും ഇരിക്കട്ടെ. അതായത് ഈ അറിവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കോപിച്ച് സംസാരിക്കുമ്പോഴാണ് ഇവൻ സകല ലോജിക്ക് ഉപയോഗിച്ച് സംസാരിക്കുന്നത്. മറ്റേ ആളുടെ ഹിസ്റ്ററി മുഴുവനും പണ്ടുകാലത്ത് നടന്നു വരെ എണ്ണിപ്പറക്കി പറഞ്ഞും കാര്യകാരണങ്ങൾ ന്യായങ്ങളൊക്കെ ഓരോന്നും നിരത്തിയും ഇങ്ങനെയായിരുന്നത് അങ്ങനെയായിരുന്നു നീ ഓർക്കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പറ. ഒരു മനുഷ്യന്റെ ഇന്റലക്ട് അതിന്റെ എക്സ്ട്രീം ഫോമിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സമയം ആൾ നല്ല ആംഗ്രി ആയിരിക്കുമ്പോഴാണ്. ഒരു ഡിബേറ്റിനകത്തൊക്കെ ചെന്ന് നോക്കി, ഒരു ഡിബേറ്റ്, കോപമല്ല അതുപോലെ അതിന്റെ സ്വഭാവം, ഒരു ഡിബേറ്റ് നടക്കുമ്പം ആ ഡിബേറ്റിനകത്ത് ഏർപ്പെടുന്ന ആളുടെ ബ്രെയിൻ എന്ത് ഷാർപ്പായിട്ട്. അപ്പൊ ഒരർത്ഥത്തിൽ ഞാനൊരു വിസ്ഡമാണ് സംസാരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ആളുകൾ കോപിക്കുന്നത്. കോപിക്കുമ്പോൾ ആളുകൾ ഞാൻ മണ്ടത്തരം പറയുന്നത് കൊണ്ടാണോ, ഞാൻ പറയണത് മാത്രമാണ് ശരി, ഞാൻ പറയുന്നതാണ് സത്യം എന്ന് പറയാം. ഐ ആം സ്പീക്കിംഗ് നോളജ് എന്നാണ്. അത് ഭയങ്കര അറിവാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ കണ്ണിന് എന്തൊക്കെയാണ് പറയുന്നത്, ആസ്വാദ്യമാണ്, കൗതുകകരമാണ്, അഭികാമ്യമാണ്. കൗതുകം എന്തോരുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. കണ്ടു നിൽക്കുന്നവർക്കെങ്കിലും അത് നല്ല കൗതുകകരമാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ ഈ കോപിക്കൽ ഒരു കൗതുകകരമായ പരിപാടിയും കൂടിയാണ്. ഇത് ഈ ഇമോഷണൽ കോപിക്കലിനെ കുറിച്ച് മാത്രമല്ല, വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ചില ആളുകൾ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഭയങ്കര കൗതുകകരമായിട്ടാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ ആർഗ്യുമെന്റേഷനകത്ത് ആ കൗതുകമുണ്ട്. അവരും വളരെ കൗതുകത്തോടെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോളൂ. നമ്മൾ ഇപ്പോൾ ഇപ്പം ഞാൻ കുറെ കാര്യം നിങ്ങളോട് പറയുന്നു, അത് കേൾക്കുന്നേക്കാൾ നിങ്ങൾ ക്യൂരിയസ് ആയിട്ട്, കൗതുകത്തോടെ അല്ലെങ്കിൽ ക്യൂരിയസ് ആയിട്ട് കേൾക്കും ഞാൻ നിങ്ങളുടെ കുറെ കുറ്റം പറയുകയാണെങ്കിൽ. അങ്ങനെയുണ്ടോ, അത് ശരി എന്ന് പറഞ്ഞേക്കും. അപ്പൊ അതുകൊണ്ട് ഈ കോപിക്കലിനകത്ത് മറ്റൊരാളെ ഉപദ്രവിക്കലുണ്ട്, നിറയെ കുറ്റങ്ങൾ എടുത്ത് പറയലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കകത്തോടെ അൾട്ടിമേറ്റ്ലി ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഉള്ളിൽ അത് ആസ്വദിക്കുന്നുണ്ട്. അവനെ അടിച്ച് തകർത്തു. അതുകൊണ്ടാണ് കോപിക്കുന്നവൻ കൊലപാതകിയാണെന്ന് പറയുന്നത്. അവനെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനമാണ്, അവനെ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനമാണ്. വൈൽഡ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്റ്റുകളെ ഒരുമിച്ച് വാക്കുകൾ ഉപയോഗിച്ച് മേത്തു ഓടാതെ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനിമലിസ്റ്റിക് എൻജോയ്മെന്റ് എന്ന് പറയാൻ പറ്റിയല്ല, ആണ് ഒരു കോപത്തിനകത്ത് ഉപയോഗിക്കുന്നത്. ഇത്രയും കേട്ടോണ്ട് കോപിക്കുന്ന ശീലം മാറുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എന്നാലും ഇങ്ങനെയൊക്കെ അതിന് ഉത്തരം പറയാം. എന്റെ ഒരു വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. അതായത് ഇപ്പോ നമ്മള് ഗലീലിയോ സഭയ്ക്കെതിരായിട്ടല്ല, ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയോ തെളിയിക്കുന്നു. പക്ഷെ സഭ ആദ്യം പറഞ്ഞിരുന്നത് ഭൂമി പരന്നതാണെന്നാണ്. അപ്പോ അതിന്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ചരിത്രത്തിൽ അറിയാമല്ലോ. അപ്പോ ഈ സഭയ്ക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അത് ഉരുണ്ടതാണെന്ന് അംഗീകരിച്ചത് പോലും. അതുപോലെയുള്ള ഒരു പോയിന്റ് എനിക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോ നമ്മളിപ്പോ ഈ ഉൽപ്പത്തി പുസ്തകവും അതുപോലെ തന്നെ മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ചൊക്കെ തിയോളജിക്കലി ചിന്തിക്കുമ്പോഴും മനുഷ്യന്റെ ശാസ്ത്രം വളർന്ന് മറ്റു ഗ്രഹങ്ങളിലും അല്ലെങ്കിൽ മറ്റു സൂര്യനോ അല്ലെങ്കിൽ ഗാലക്സിയിലോ എവിടെയൊക്കെയോ ഇനിയും ജീവന്റെ അംശം ഉണ്ട് എന്ന് കണ്ടെത്താനായിട്ടുള്ള തത്രപ്പാടിലാണ്. ചിലര് പറഞ്ഞ അവിടെ ഐസ് ഉണ്ട്, അവിടെ ഈവൻ മൂണിൽ ചന്ദ്രനിൽ പോലും ഐസ് കണ്ടെത്തിയിട്ടുണ്ട്, മണ്ണിന്റെ അടിയിൽ ഉണ്ടെന്നൊക്കെ ഈ ഇടയ്ക്ക് വായിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മനുഷ്യ സൃഷ്ടിയിൽ ഈ ഭൂമിയിലല്ലാതെ ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിപ്പിക്കുന്നത് പോലെ തന്നെ വിശ്വസിച്ച് വേറെ ഒന്ന് ബാക്കിയൊക്കെ പോഷത്തരമാണെന്ന് ചിന്തിച്ചിട്ടാണ് ഭൂമി ഉരുണ്ടതും പരന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെയാണോ ഇത് എന്ന് ഒന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്തെങ്കിലും ഉത്തരം പറയാം. നല്ല ചോദ്യം. രണ്ട് കാര്യം പറയാം. ഒന്നാമത്തേത് ഗലീലിയെ കുറിച്ചുള്ളതാണ്. ഗലീലിയെ കുറിച്ചുള്ള ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണമാണ് എന്ന് നമ്മൾ അറിയുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അവിടേക്കൊന്ന് പോയാൽ മതി, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഡോക്യുമെന്റ്സ് വല്ലതും ഇതിനകത്ത് ഷെയർ ചെയ്യാനായിട്ട് പറയാം. ഈ ഗലീലി ശരിക്കും പറഞ്ഞാലേ ഈ കോപ്പർനിക്കസ് ആരായിരുന്നു? അദ്ദേഹം ഒരു വൈദികനായിരുന്നു. അതുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ വാന നിരീക്ഷണ പഠന കേന്ദ്രം അതെവിടത്തെയാണെന്നറിയോ? ആരുടെയാണെന്നറിയോ? വത്തിക്കാന്റെയാണ്. ലോകത്തിലെ ആദ്യത്തെ ഈ ശൂന്യാകാശത്തെക്കുറിച്ച്, ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്നും ശക്തമായി നിലനിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് വത്തിക്കാന്റെയാണ്. ഇനി ആദിമകാലം മുതൽ തന്നെ സഭ ഇത്തരം ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിച്ചു തന്നെയിരുന്നു. അതുകൊണ്ടാണ് അന്ന് പൂർണ്ണ അധികാരം ഉണ്ടായിരുന്ന സഭയ്ക്കല്ലേ. സഭ കൊടുക്കുന്ന ആ കാലത്തിൽ, പ്രത്യേകിച്ച് മിലാൻ വിളംബരത്തിനൊക്കെ ശേഷമൊക്കെ 300 കാലഘട്ടങ്ങളിലൊക്കെ സഭയ്ക്കാണ് പരമാധികാരം ഉണ്ടായത്. സഭ അത് ഉപയോഗിച്ചാണ് ആദ്യത്തെ റേഡിയോ നിലയം സ്ഥാപിച്ചത്. എവിടെയാണെന്ന് അറിയുമോ? വത്തിക്കാനിലാണ്.
ആദ്യത്തെ. അപ്പോൾ ശാസ്ത്രത്തെ എല്ലാ കാലത്തും പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു സംവിധാനം തിരുസഭയാണ്. ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റികൾ ആരുടെയാണെന്നറിയോ? സഭയുടേതാണ്. ലോകത്തിലെ എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും, കേംബ്രിഡ്ജ് ആവട്ടെ, ലുവൻ ആവട്ടെ, ഏതും നമ്മുടെ നാട്ടില് ഭാരതത്തിൽ തക്ഷശില പോലെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. നമുക്കതിന് വേണ്ടത്ര തെളിവൊന്നുമില്ല. ഉണ്ടെങ്കിൽ പോലും ചെറിയ പാഠശാലകളൊക്കെ, ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി. ഇന്നത്തെ പ്രധാനപ്പെട്ട ലോകത്തിലെ എല്ലാ വലിയ യൂണിവേഴ്സിറ്റികളും ഓക്സ്ഫോർഡ് ഉൾപ്പെടെ സെമിനാരികളായിരുന്നു. എന്ന് വെച്ചാൽ വൈദിക പരിശീലനത്തിന് വേണ്ടിയുള്ള സ്ഥലങ്ങളിലാണ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ വളർന്നു വന്നതും ശാസ്ത്ര മേഖലകൾ ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരുടെ നിരയെടുത്താൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരെല്ലാം കത്തോലിക്ക ശാസ്ത്രജ്ഞരാണ്. ബിഗ് ബാങ് എന്നുള്ള തിയറി അവതരിപ്പിച്ചത് ഒരു ബെൽജിയം വൈദികനാണ്. നോക്കണം. അതുകൊണ്ട് എല്ലാ കാലത്തും തിരുസഭ സയൻസിനോട് വളരെ ഭാവാത്മകമായിട്ടാണ് ഇടപെട്ടിരുന്നത്. സഭയാണ് വിദ്യാലയങ്ങൾ തുടങ്ങിയിട്ട് സയൻസ് പഠിപ്പിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഒരിക്കലും ഒരു കാലത്തും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇനി ഗലീലിയുടെ കാര്യം എന്തായിരുന്നു? ഗലീലി പറഞ്ഞത്, ഗലീലി ഭൂമി ഉരുണ്ടതാണ് പറഞ്ഞതാണെന്ന് പറഞ്ഞതിനെ കുറിച്ച് അല്ലായിരുന്നു പ്രശ്നം. ഗലീലി ഇത് കണ്ടെത്തിയിട്ട് ഭയങ്കര അഹംഭാവത്തോടെ പറഞ്ഞു, ഇനി ബൈബിള് പറഞ്ഞിട്ടുള്ളതെല്ലാം പൊട്ടത്തെറ്റാണ്, ദൈവം സൃഷ്ടിച്ച പറഞ്ഞേക്കണ പോലെയൊന്നും അല്ല ഭൂമി ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കാരണത്തിന്റെ പേരിൽ ഈ ഗലീലി ദൈവത്തിനെതിരെയും വിശ്വാസത്തിനെതിരെയും സംസാരിക്കുകയും അത് വിശ്വസിക്കുന്നവര് ഗലീലിക്കെതിരെ തിരിയുകയും അങ്ങനെ ഗലീലിയയും അവിടുത്തെ പബ്ലിക്കും തമ്മിൽ കലഹത്തിലാവുകയും എന്നിട്ട് ഗലീലിയെ കൊല്ലുമെന്ന അവസ്ഥ വന്നപ്പം ഗലീലിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി തടങ്കലിലേക്ക് മാറ്റുകയും ചെയ്തതാണ് ഇതിന്റെ പുറകെയുള്ള യാഥാർത്ഥ്യം. ഇതിനെയാണ് ഗലീലിയെ ഇങ്ങനെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് പറഞ്ഞു വന്നത് മുഴുവനും. അന്ന് മാത്രമല്ല, എല്ലാ കാലത്തും വിശുദ്ധ ഗ്രന്ഥത്തിനോട് ഓപ്പൺ ആയിരുന്നു സഭ. അതോടൊപ്പം തന്നെ സയൻസിനോട് ഓപ്പൺ ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. കാരണം എന്താന്ന് വെച്ചാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയണ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്ന്, അതായത് ജിയോഗ്രഫിക്കലി അങ്ങനെയല്ല എന്ന് അറിയാത്ത ആളുകളാണോ ആ കാലത്തിലുണ്ടായിരുന്നത്? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂമി ഉരുണ്ടതാണെന്ന് ഈ കോപ്പർനിക്കസോ ഗലീലിയോ തെളിയിക്കുന്ന സമയത്ത് പോലും വേണ്ട വിധത്തിൽ അച്ചടി മാധ്യമങ്ങളില്ല. അച്ചടി മാധ്യമങ്ങളില്ല. ബൈബിളിന്റെ 1, 2, 3 കയ്യെഴുത്ത് പ്രതികളായിരിക്കും അവിടെയൊക്കെ ഉണ്ടായിരിക്കുക. ആ നാടിന്റെ മുഴുവൻ പരമാധികാരി മാർപ്പാപ്പയും മെത്രാന്മാരും കാർഡിനൽസുമാണ്. അവരുടെ വാക്കിനപ്പുറത്ത് ഒന്നും നടക്കില്ലാത്ത ഒരു കാലഘട്ടം. ഇവർക്ക് എന്തുകൊണ്ട് ഇത് തെളിയിക്കപ്പെട്ട സമയത്ത് വളരെ നിസ്സാരമായ ബൈബിളൊക്കെ പിൻവലിച്ചിട്ട് ആ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടോ എഡിറ്റ് ചെയ്തിട്ടോ പബ്ലിഷ് ചെയ്തുകൂടാ? അല്ലെങ്കിൽ ഇതൊന്നും പോട്ടെ, ഈ ഉരുണ്ടത് പറഞ്ഞതിന്റെ കാര്യം പോട്ടെ, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പറഞ്ഞ ദൈവം 1-ാമത്തെ ദിവസം വെളിച്ചം സൃഷ്ടിച്ചു, പിന്നെ 3-4 ദിവസം ആയപ്പോഴാണ് സൂര്യനെ ചന്ദ്രനെ സൃഷ്ടിക്കുന്നത്. എന്ത് മണ്ടത്തര! അയ്യോ, ഇത് വല്ലവരും വായിച്ച് എന്താവും എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടത് തിരുത്തിയില്ല? കാരണം ആദിമകാലം മുതൽ സഭയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇവ ദൈവശാസ്ത്രപരമായ ആഖ്യാനമാണ്, അതിൻ്റെ ഉള്ളിലുള്ളത് സിംബോളിക് മീനിങ് ആണ്, അല്ലാതെ ശാസ്ത്രം പഠിപ്പിക്കലല്ല എന്നറിയാമായിരുന്നു. വിശുദ്ധ ഗ്രന്ഥം സംസാരിക്കുന്നത് എന്തിനു സൃഷ്ടിച്ചുവെന്നും സയൻസ് സംസാരിക്കുന്നത് അതെങ്ങനെ സൃഷ്ടിച്ചുവെന്നുമാണ് എന്ന ഡിവിഷനെ കുറിച്ച് സഭയ്ക്ക് എല്ലാ കാലത്തും നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഭ എല്ലാ മേഖലയിലുള്ള മാത്തമാറ്റീഷ്യൻസിനെ, ശാസ്ത്രജ്ഞന്മാരെ ഒക്കെ പ്രോത്സാഹിപ്പിച്ചതും അവരതൊക്കെ ആ വിധത്തിൽ അവർ വളർന്നു വന്നതും. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ആ ആർഗ്യുമെന്റിനകത്ത് സാരമായ പ്രശ്നമുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് നേരെ സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത്. ഏതായിരുന്നാലും ഭൂമി പരന്നു ഉരുണ്ടു എന്ന് പറഞ്ഞ ഗലീലിയെ കൊല്ലുകയോ ഒന്നും ചെയ്തത് സഭയല്ല. ഇനി അതിനകത്തൊരു വിചാരണ നടത്തിയ സമയത്ത് അവിടുത്തെ കലാപത്തിന്റെ പേരിലുള്ള വിചാരണയാണ് 2 പേരും നേടേണ്ടി വന്നിട്ടുള്ളത്. സോക്രട്ടീസ് പോലും അങ്ങനത്തെ വിചാരണ നേടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അതവിടുത്തെ കമ്മ്യൂണിറ്റി, കാരണം അന്നത്തെ പബ്ലിക്കിന്റെ ഉള്ള ധാരണയും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ദൈവവിചാരവും ഒക്കെ രണ്ട് തരത്തിലാണ്. അപ്പൊ കലാപം ഇന്ന് പോലും എന്തിനാ എങ്ങോട്ട് പോകണം, എന്തിനാ ഈ 2000 വർഷം പോകണം? ഇന്ന് നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ പുഷ്പക വിമാനത്തെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടായല്ലേ? ആ കലാപത്തെ ഒതുക്കാൻ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും? അത് പറഞ്ഞയാളെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് ജയിലിടേണ്ടി വരികയല്ലേ? വരുമോ? ഇന്ന് പോലും അങ്ങനെ ആയിരിക്കെ അന്നത്തെ കാലത്ത് 2000 വർഷത്തിനടുത്ത് കാലഘട്ടം, പണ്ടത്തെ കാലമാണ് നമ്മൾ, അല്ലെങ്കിൽ 1500 1700 വർഷമൊക്കെ, ആ കാലഘട്ടത്തിലെ മനുഷ്യന്റെ വൈകാരിക അവസ്ഥക്കെതിരെ വിവേകമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകളെ സംരക്ഷണ തടങ്കലിലേക്കെങ്കിലും മാറ്റിവെച്ചതിനെ പ്രൂഡന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് മനസ്സിലാക്കണം.
അങ്ങനെ കുറെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. എനിവേ, ഗലീലയുടെ വിഷയം അവിടെ കിടക്കട്ടെ. രണ്ടാമത് പറഞ്ഞു തന്നത് ഗ്രഹങ്ങളിൽ, മറ്റ് ഗ്രഹങ്ങളിലൊക്കെ മനുഷ്യരുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ പറഞ്ഞതെല്ലാം തെറ്റിപ്പോകും. ഒന്നും സംഭവിക്കില്ല. കാരണം എന്താണ്? ഈ ഗ്രഹത്തിലുള്ളവരെ കുറിച്ചാണ് ഈ പറയണത്. ഇനി മറ്റൊരു ഗ്രഹത്തിലുള്ളവരും ആ ദൈവം സൃഷ്ടിച്ചവരാണെങ്കിൽ ഇതൊക്കെ അവർക്കും ആപ്ലിക്കബിൾ ആണ്. മറ്റ് ഗ്രഹത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ പ്രൂഫ് ബൈബിളിനകത്തില്ല. പകരം അത് എവിടെയാ ഉള്ളത്? അത് മനുഷ്യന്റെ ഇന്റലക്റ്റിനകത്താണ് ദൈവം എഴുതിയിരിക്കുന്നത്. അവൻ അത് ഉപയോഗിക്കണം, അവൻ അത് ഉപയോഗിച്ച് കണ്ടെത്തണം. കണ്ടെത്തി കഴിഞ്ഞാൽ അവർ നമ്മുടെ സഹോദരങ്ങളാണ് ആയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ആണെന്ന് പറയണം. അവർ മലാഖമാരെ പോലെ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ അവർ മലാഖമാരാന്ന് പറയണം. ആനിമൽസിനെ പോലെ സൃഷ്ടിക്കപ്പെട്ട അവർ ആനിമൽസ് ആണെന്ന് പറയണം. അത്രേ നമ്മൾ ചെയ്യേണ്ട ആവശ്യം. ഓപ്പൺ ഫോർ എവരിതിങ്. അച്ഛാ, ഈ ഒറിജിനൽ സിനിനെ പറ്റി ഈസ്റ്റേൺ ചർച്ചും വെസ്റ്റേൺ ചർച്ചും തമ്മിൽ വലിയ ഒരു തിയോളജിക്കൽ വ്യത്യാസമുണ്ട്. അതായത് ഞാൻ ഒരാളിങ്ങനെ പറയുന്നത് കേട്ടു, അതായത് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോ, സെയിന്റ് അഗസ്റ്റിൻ ആണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഈസ്റ്റേൺ ചർച്ചിലുള്ളവർ ആദവും ഹവ്വായും ചെയ്ത തെറ്റിന്റെ കോൺസിക്വൻസിനെ പറ്റി മാത്രമേ അവർ എടുക്കുന്നെന്ന് പറയുന്നു. അപ്പൊ നമുക്കൊരു ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന ആൾക്കാർക്ക് ഇതിനെ ശരിക്കും വിശ്വസിച്ചില്ലേ കുഴപ്പമുണ്ടോ? അതായത് ഈ ഒറിജിനൽ സിൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ്. ബെനഡിക്റ്റ് മാർപ്പാപ്പ അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് കാത്തലിക് തിയോളജി എന്ന ഗ്രന്ഥത്തിനകത്ത് എഴുതുന്ന ഒരു വാചകം എന്തെന്നറിയാമോ? അതായത് അദ്ദേഹം ഇങ്ങനെ എഴുതുകയാണ്, ഒറിജിനൽ സിന്നിനെ കുറിച്ചുള്ള എൻ്റെ ഇതുവരെയുള്ള ഡിസ്കോഴ്സ് എല്ലാം ഒരു അൺഫിനിഷ്ഡ് പ്രോജക്റ്റ് ആണ്. അതിനെക്കുറിച്ച് ഇനിയും ഒത്തിരി എനിക്ക് എഴുതാനുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പാപ്പ അത് കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല. അങ്ങനെ അങ്ങ് പിരിഞ്ഞു പോവുകയും ചെയ്തു. എന്ന് വെച്ചാൽ അത് അത്രമാത്രം വലിയൊരു വിഷയമാണ്. കാരണം നമ്മൾ തന്നെ എത്ര വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു അതുമായിട്ട് ബന്ധപ്പെടുത്തി. ഉത്ഭവഭാവം, ആദം, മറ്റേ എന്താ പറയുക, അനുസരണക്കേട് തുടങ്ങിയ എന്തുമാത്രം വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇതൊരു ഫിലോസഫിക്കലി തിയോളജിക്കലി ഒക്കെ ഒത്തിരി ഡീപ്പായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഭാപിതാക്കന്മാർ അതിന്റെ ഓരോ പെർസ്പെക്റ്റീവിൽ നിന്ന് അതിനെ വിശകലനം ചെയ്യാറുണ്ട്. ഓരോ പെർസ്പെക്റ്റീവ്, ഓരോ കോണ്ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് ആ കോണ്ടെക്സ്റ്റിന് ചേർന്ന വിധത്തിൽ ഈ ഉത്ഭവഭാവത്തെ അവതരിപ്പിച്ചുകൊണ്ട് വിശകലനം ചെയ്യാറുണ്ട്. അപ്പം അവരാരും ഒരു ഇന്റഗ്രൽ വിഷൻ കൊടുക്കുന്നവർ മാത്രമല്ല, ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. പലപ്പോഴും ഈ അഗസ്റ്റിൻ ഓഫ് ഹിപ്പോയൊക്കെ സംസാരിക്കുന്ന മാനിക്കയനിസത്തിനെതിരെയൊക്കെയാണ്, പാഷണ്ഡതകൾക്കെതിരെ സത്യവിശ്വാസത്തെ ചലഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ അതിന് ആൻസർ ചെയ്യാനൊക്കെ ഉപയോഗിച്ചാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ അതിന്റെ റെക്കോർഡുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈസ്റ്റേൺ തിയോളജിയിലും വെസ്റ്റേൺ തിയോളജിയിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ട് എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് അത്ര അബ്സല്യൂട്ടൽ ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവില്ല. എന്നാൽ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ കാണാൻ പറ്റുന്ന അവർ ബോധപൂർവം വരുത്തി വെച്ച വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്നും കരുതേണ്ടതില്ല. അവർ ഓരോരുത്തരും അവരുടെ സമൂഹത്തിന്റെ ഒക്കെ വിശ്വാസ പാരമ്പര്യത്തിനകത്തും തിയോളജിക്കൽ ഡെവലപ്മെന്റിനകത്തും അല്ലെങ്കിൽ ഒരു ഓറിയന്റൽ പാരമ്പര്യം, ഒരു ഓക്സിഡന്റൽ പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യത്തിനൊക്കെ പശ്ചാത്തലത്തിലും ഒക്കെ ഒറിജിനൽ സിന്നിനെ പല വിധത്തിൽ, പല മേഖലകളിൽ, പല ഇടങ്ങളിൽ വ്യാഖ്യാനിക്കുന്നതിന്റെ കളക്ഷൻസിനെ മെട്രിക്കുലസ് ആയിട്ട് മാത്രം പഠിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണത്. പക്ഷെ ഇതെല്ലാം കോംപ്ലിമെന്ററി ആണ്. എല്ലാം കൂടി ചേരുമ്പോഴാണ് അതിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഉണ്ടാവുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെ വായിക്കുന്നതായിരിക്കും നല്ലത്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ എന്തുമാത്രം ആഴമുള്ളതും മനോഹരവുമാണെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, യഥാർത്ഥത്തിൽ അത് ലോകത്തിന്റെ ജ്ഞാനത്തെക്കാളും ശാസ്ത്രത്തെക്കാളും ആസ്വാദ്യമാണ്. അവയെക്കാളൊക്കെ ഉദാത്തമാണ്, മനോഹരമാണ്. കാരണം അത് ജീവിതത്തിന്റെ അഭൗമിക സ്വർഗീയ നിയമങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. സയൻസും സാമൂഹ്യ ശാസ്ത്രവും ഒക്കെ ജീവിതത്തിന്റെ അനുദിന പ്രക്രിയയെക്കുറിച്ച് അതിനെ മനോഹരമാക്കാനോ എളുപ്പമുള്ളതാക്കാനോ എന്ത് ചെയ്യാമെന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ തന്നെ അർത്ഥം എന്താണെന്ന്, സൃഷ്ടിയുടെ അർത്ഥം എന്താണെന്ന്, ഞങ്ങളുടെ ഭാഗധേയം, ഞങ്ങൾ എവിടേക്ക് എത്താനുള്ളവരാണ് എന്ന് തുടങ്ങുന്ന ഉന്നതമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് വിശുദ്ധ ലിഖിതങ്ങളിലൂടെയാണല്ലോ. കർത്താവെ, അവയെ ആഴത്തിൽ അറിയുമ്പോൾ അങ്ങയുടെ ഹൃദയത്തെ ആഴത്തിൽ അറിയാൻ ഞങ്ങൾക്ക് കഴിയും. അങ്ങയുടെ സൃഷ്ടിയുടെ സ്വപ്നത്തെ, സൃഷ്ടിയെക്കുറിച്ചുള്ള പദ്ധതിയെ ഞങ്ങൾ കൂടുതൽ അറിയാൻ കഴിയും. സ്വർഗീയ രഹസ്യങ്ങൾ കൂടുതൽ ആഴത്തിൽ അറിയാൻ പറ്റും. കർത്താവെ, അങ്ങനെയൊക്കെ അറിയാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. കൂടുതൽ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. വിശ്വാസത്തിൽ അധിഷ്ഠിതമായി സഭയിൽ നിന്ന് ഈ രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന വഴി സത്യവിശ്വാസത്തിലേക്ക് അനേകരെ നയിക്കാൻ, വിശ്വാസം ചലഞ്ച് ചെയ്യുന്ന, അവഹേളിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ മറുപടി പറയാൻ, വ്യക്തതയുള്ള മറുപടി നൽകാൻ കഴിവുള്ളവരാക്കി അവിടുന്ന് ഞങ്ങളെ മാറ്റുകയും ചെയ്യണമേ. കർത്താവെ, അങ്ങയുടെ പരിപാലനത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രവാചക ശബ്ദത്തിന്റെ കഠിനാധ്വാനത്തെ കർത്താവെ അവിടുന്ന് സ്വർഗരാജ്യത്തിലും ഈ ഭൂമിയിലും വലിയ പ്രതിഫലത്തോടുകൂടെ പരിഗണിക്കണമേ.
സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരുടെ പാദങ്ങൾ എത്രയോ സുന്ദരമെന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സുവിശേഷത്തിന് വേണ്ടി അങ്ങയുടെ നാമത്തിൽ വരുന്നവരെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്നും അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, സുവിശേഷത്തിന്റെ കൂട്ട് ശുശ്രൂഷകരാകാൻ അവിടുന്ന് ഞങ്ങളെ കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോ നമ്മെ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.